ആ അനുരാഗം ഗ്രസിക്കാത്തതൊന്നുമില്ല അവരുടെ ജീവിതത്തിൽ. അതാണ് അവരുടെ പ്രത്യേകത. യാദോഹനേ വഹനനേ മഥനോപലേപ പ്രേഖേഖനാർഭരുദിതോക്ഷണ മാർജനാദൗ ഗായന്തി ചൈനമനുരക്തധിയോശ്രുകണ്ഠ്യോ ധന്യാ വ്രജസ്ത്രീയ ഗുരുക്രമ ചിത്തയാനാ. 10ാം സ്കന്ധത്തിലുള്ള ഒരു വിവരണമാണ്. ആരുടെ? ഗോപസ്ത്രീകളുടെ വിവരണം. ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ടത് എന്താ? നിങ്ങൾ ഒരാളും ഒരിക്കലും ഒരു വാക്ക് പറഞ്ഞു പോകരുത്. സ്വാമിജി ഞങ്ങളൊക്കെ സംസാരികളാണ്. ആരാ സംസാരിയല്ലാത്തത്? കൃഷ്ണൻ സംസാരിയായിരുന്നില്ലേ? അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ജീവിതത്തിനെ പറ്റി ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തന്നുല്ലോ. എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗൃഹസ്ഥ ജീവിതം എന്ന്. അത് വിട്ടൊരു ഗാർഹസ്യം നിങ്ങൾക്കുണ്ടോ? അത്ര ബുദ്ധിമുട്ട് നിങ്ങൾക്കുണ്ടോ? ഇല്ലല്ലോ. അപ്പം നമ്മളൊക്കെ സംസാരത്തിലാണ് ജീവിക്കുന്നത്, ഈ ലോകത്തിലാണ്. എല്ലാവരും ഇവിടെ സംസാരികളാണ്. പക്ഷേ ഈ ലോകം ഈശ്വരൻ്റെ ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഈ സംസാരവും ഈശ്വരൻ്റെയാണ്. അതിൽപ്പെട്ടവരാണ് നമ്മൾ. അപ്പം നമ്മളും ഒരു ഈശ്വരൻ്റെ സന്താനമാണ്. ഈശ്വര സന്താനമായിരിക്കുന്ന നാം ഈശ്വരൻ്റെ തന്നെ വിലാസമായിരിക്കുന്ന ലോകത്തിൽ ജീവിക്കുമ്പോൾ അനീശ്വരൻ എവിടെയാണ് നുഴഞ്ഞു കയറുന്നത്? ഒക്കെ ഈശ്വരീയതയല്ലേ. ആ ഈശ്വരീയമാണെന്നുള്ളൊരു തോന്നലും അനുഭവവും നിങ്ങൾക്കുണ്ടാവണം. ഇതാണ് ഗോപസ്ത്രീകളുടെ വിശേഷം. അതങ്ങനെ സമ്പാദിച്ചു അവർ. സംഘാത് ശതസഹസ്രശ, എന്നോടുള്ള 100ഉം 1000 കണക്കിനുള്ള ആ സംഘച്ചരട് കൊണ്ട് കെട്ടിയിട്ട് നേരെയാക്കി സമ്പാദിച്ചതാണ് അവരിത് മുഴുവനും. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നഖലു ഗോപികാനന്ദനോ ഭവാൻ അഖിലദേഹിനാം അന്തരാത്മദൃഗ്. അവർ കൃഷ്ണനെ കാണാതെ ആ വിരഹത്തിൽ ഒരു പാട്ടുപാടി. ആ പാട്ട് പാടുന്ന സമയത്ത് അവർ കൃഷ്ണനെ ചിത്രീകരിച്ചത് ഒരു 2 വരി നിങ്ങൾ ഓർമ്മ വയ്ക്കണം. നഖലു ഗോപികാനന്ദനോ ഭവാൻ. ഗോപസ്ത്രീകൾ തന്നെ പാടുകയാണ്, കൃഷ്ണ കൃഷ്ണ അങ്ങ് വാസ്തവത്തിൽ ഗോപികമാരുടെ നന്ദനനല്ല. ഞങ്ങൾ പറയണു ഞങ്ങളുടെ നന്ദനനാണ്, ഞങ്ങളുടെ സ്വന്തം, ഞങ്ങൾക്ക് മാത്രം എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞാലും വാസ്തവത്തിൽ അങ്ങയുടെ സ്വരൂപം എന്താണെന്ന് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഓർമ്മ വയ്ക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. എന്താ? അഖിലദേഹിനാം അന്തരാത്മദൃഗ്. ലോകത്തിൽ എത്രയെല്ലാം ശരീരങ്ങളുണ്ടോ, ദേഹികളായിട്ടുള്ളവരുണ്ടോ, ദേഹം ധരിച്ചിരിക്കുന്നവർ, അവർക്ക് മുഴുവൻ അന്തരാത്മാവായിരിക്കുന്ന കണ്ണാണ്. അപ്പോൾ അവരുടെ ദൃഷ്ടിയിൽ തന്നെ കൃഷ്ണനെ അവരെങ്ങനെ ചിത്രീകരിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഞങ്ങളുടെ രമണനാണ്, ജാരനാണ് എന്നൊക്കെ അവർ പറഞ്ഞില്ലല്ലോ. അവർ പറയണത് നഖലു ഗോപികാനന്ദനോ ഭവാൻ. ഗോപികമാരുടെ നന്ദനനല്ല വാസ്തവത്തിൽ അങ്ങ്, അഖില ദേഹികൾക്കും അന്തരാത്മദൃക്കായിട്ടുള്ളവനാണ് എന്ന്. അതുകൊണ്ട് എന്തു വേണം? ഇത്രയും പറഞ്ഞത് എന്തിനാ? സത്സംഗം കൊണ്ട് നമുക്ക് കിട്ടാനുള്ള യോഗ്യത എന്താണെന്ന് ഭക്തി ഏകമയമായി തീരും. ആ സത്സംഗം സജ്ജനങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരും. എന്ത്? ഏകമയവാദ്വിതീയം ബ്രഹ്മ. ഈ ലോകം ബ്രഹ്മമയമാണ്, ആ ബ്രഹ്മം ഏകമാണ്. ആ ഏകത്തിന് പിന്നെ രണ്ടാമതൊന്നാകുന്ന ചോദ്യമില്ല. അപ്പം നമ്മൾ ആകർഷണത്തിനോ വികർഷണത്തിനോ വിധേയമാകേണ്ട ആവശ്യമില്ല. ഒന്നിലധികം കാര്യങ്ങൾ ഇവിടെ ശ്രദ്ധിക്കാനോ നേടാനോ ആയിട്ടില്ല. എല്ലാം കൂടി ഒന്നേ ഉള്ളൂ. അതിൻ്റെ പ്രകടനമാണ് ലോകം മുഴുവനും. ഒന്നിലില്ലാത്തത് ഇനി ഒന്നിലില്ല, എല്ലാറ്റിലും തന്നെ ബ്രഹ്മരസം എന്നിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഭക്തി പെട്ടെന്ന് അങ്ങോട്ട് വളരെയായി. അപ്പോൾ സത്സംഗത്തിൽ അതിലങ്ങോട്ട് വേവിച്ചെടുത്ത ഭക്തി മാത്രമേ നന്നാവുള്ളൂ. അപ്പോൾ ഞാൻ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സത്സംഗദാതാവായിരുന്നു. എന്നെ ചുറ്റിയാണല്ലോ അവരുടെ ഭക്തി. ഒരു ശിഷ്യന് ഗുരുവിൻ്റെ അടുത്ത് എന്ത് ഭക്തി തോന്നുമോ അതേമാതിരി ഒരു ഭക്തിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഗോപികമാർക്ക് എന്നോടുണ്ടായത്. അപ്പോൾ അവരുടെ ഭാഷയിലും അവരുടെ പ്രവൃത്തിയിലും ഞാൻ അവരെ പലതും പറഞ്ഞു പഠിപ്പിച്ചു. കൂടെ നിൽക്കുന്ന സമയത്തൊന്ന്, അകന്നിട്ടൊന്ന്, ഉദ്ധവനെ പറഞ്ഞയച്ചിട്ടൊന്ന്, അങ്ങനെ പലതും പറഞ്ഞ് മനസ്സിലാക്കി എന്നിൽ അർപ്പിക്കപ്പെട്ട ഭക്തിയെ വികലമോ വികടമോ ആകാതെ നോക്കി അതിനൊരു പൂർണ്ണ സാഫല്യം അണയ്ക്കാൻ ഞാൻ ഉത്തരവാദിയാണ്. അത് ഞാൻ പ്രയോഗിക്കുകയും ചെയ്തു. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം സംഘാച്ഛതസഹസ്രശഃ എന്നോട് തോന്നിയ 100ഉം 1000ഉം കണക്കിനുള്ള സംഘച്ചരടുകൾ കൊണ്ടാണ് അവർക്ക് ഈ നേട്ടമുണ്ടായത്. അതുകൊണ്ട് എന്തു വേണം ഉദ്ധവ? എല്ലാ വിധി നിഷേധങ്ങളെയും സ്മൃതി ശാസനകളെയും എല്ലാറ്റിനെയും തന്നെ അങ്ങോട്ട് വിട്ടോളൂ. ഇനി ഒന്നും ചിന്തിക്കണ്ട. ഇവിടെ എല്ലാം കൂടിയിട്ട് ഒന്നേ ഉള്ളൂ. ഉദ്ധവനെ സംബന്ധിച്ചിടത്തോളം സർവ്വതും കൃഷ്ണമയമായി തീരട്ടെ. അവിടെ ഒന്നും ചിന്തിക്കരുത്. തസ്മാത്വമുദ്ധവോത്സൃജ്യ ചോദനാം പ്രതിചോദനാം. Just see the applicational relevance of whatever Krishna speaks
about Gopikas and the place and importance of holy association. നല്ല പോലെ മനസ്സിലാക്കണത്. തസ്മാത് അതുകൊണ്ട് ത്വം ഉദ്ധവ അല്ലേ ഉദ്ധവ ഉത്സൃജ്യ വിട്ടേക്കൂ എന്ത് ചോദനാം പ്രതിചോദനാം. ഇപ്പോൾ വേദങ്ങൾ പറഞ്ഞിട്ടുണ്ട് യാവജ്ജീവം അഗ്നിഹോത്രം ജുഹുയാത്, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അഗ്നിഹോത്രം എന്ന് പറയുന്ന അഗ്നികർമ്മം ചെയ്യണം. ഇങ്ങനെ പലതും വിധിയും നിഷേധമായിട്ടുണ്ടാവും. അത് സ്മൃതികൾക്കൊരു കൂട്ടുണ്ട്, വേദങ്ങൾക്കൊരു തരത്തിലുണ്ട്, നമ്മുടെ സൂത്രങ്ങൾ പലതുമുണ്ട്. അങ്ങനെ അതൊക്കെ അങ്ങോട്ട് വിട്ടേക്കും. ചോദനാം പ്രതിചോദനാം പ്രവൃത്തം ച നിവൃത്തം ച. പ്രവൃത്തി എന്നൊന്നുണ്ട്, നിവൃത്തി എന്ന് വേറെ ഒന്നുണ്ട്. ആഗ്രഹങ്ങളെ പൂരിപ്പിക്കാൻ വേണ്ടി ലോകത്തിൽ ജീവിച്ച് പ്രവർത്തിക്കുന്നതാണ് പ്രവൃത്തി. ആഗ്രഹങ്ങളെയൊക്കെ പിടിച്ചൊതുക്കി നിരാഗ്രഹിയായി തീരാനുള്ളതാണ് നിവൃത്തി. ശ്രോതവ്യം ശ്രുതമേവച. ശ്രോതവ്യം, ഇനിയും ശാസ്ത്രം പലതും കേൾക്കണം ഗ്രഹിക്കണം എന്നുള്ളൊരു തോന്നൽ. എന്നോട് ചോദിച്ചില്ലേ എനിക്ക് വേണ്ട ഇൻസ്ട്രക്ഷൻസ് ഉപദേശം തരൂ, എൻ്റെ ഉള്ളിലുള്ള ആശാപാശം പോട്ടേന്ന്. അപ്പോൾ കേൾക്കണം എന്നൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അങ്ങനെ ശ്രോതവ്യമായിട്ടൊന്നുമില്ല. ശ്രുതമേവച. ഇനി കേട്ടതിനെ സംബന്ധിച്ചോ ഒരു വിധത്തിലുള്ള അല്ലലും ഉണ്ടാവരുത്. മാം ഏകമേവ ശരണം. നോക്കൂ എങ്ങനെയാ പറയണത്. എല്ലാ വിധത്തിലുള്ള ബഹുചിന്തകളെയും വിട്ട്, ആശ്രയങ്ങളെയും വിട്ട്, മാം ഏകമേവ ശരണം, ഞാൻ മാത്രമേ ഉള്ളൂ എന്നിങ്ങനെയുള്ള ശരണം. ആത്മാനം സർവദേഹിനാം. ഈ ഞാൻ ആരാ? സർവദേഹിനാം ആത്മാനം. ഇതാണ് ഭാഗവതം പഠിപ്പിക്കുന്ന രീതി. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ ഒരു ദേവകീപുത്രനല്ല, എല്ലാവരുടെയും ആത്മാവാണ്. യാ ഹി സർവാത്മഭാവേന മയാസ്യാഹ്യകുതോ ഭയഃ. മയാസ്യാഹ്യകുതോ ഭയഃ. സർവാത്മഭാവേന യാഹി, ഞാൻ മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ച് ശരണം പ്രാപിച്ച് സർവാത്മഭാവത്തോടുകൂടി മയാസ്യാഹ്യകുതോ ഭയഃ. അങ്ങനെ എന്നെ ആശ്രയിക്കുമ്പോൾ സർവാത്മഭാവത്തോടുകൂടി ആശ്രയിച്ചാൽ ഒരു തരത്തിലുള്ള ഭയവും ഉണ്ടാവില്ല. പിന്നെ ഒന്നും ചിന്തിക്കാനോ പേടിക്കാനോ ഇല്ല. പേടിപ്പിക്കുന്നത് അവിടെ ഞാനായിത്തീരും, പേടിക്കുന്നവന് ഞാനായിത്തീരും. അപ്പം ഞാൻ എന്നെ പേടിപ്പിക്കുമോ? പേടിപ്പിക്കില്ല. അപ്പോൾ ഭയം തന്നെത്താനെ ഇങ്ങോട്ട് ലജ്ജിച്ച് പിന്നാലെ പോവാണ്. മാമേകമേവ ശരണം ആത്മാനം സർവദേഹിനാം യാഹി സർവാത്മഭാവേന. സർവാത്മഭാവേന, ആ സർവാത്മഭാവത്തോടു കൂടി എന്നെ അങ്ങോട്ട് ശരണം പ്രാപിക്കണമെന്ന്. എന്താ ഈ സർവാത്മഭാവം? ഈ നവയോഗി സംവാദത്തിൽ പറഞ്ഞിട്ടുണ്ട് ആദ്യമേ തന്നെ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ അനുസൃതസ്വഭാവാത് കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. ഗോപസ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം യാദോഹനേ വഹനനേ മഥനോപലേപ പ്രേഖനാർഭരുദിതോക്ഷണ മാർജനാദൗ എന്ന് പറഞ്ഞുല്ലോ. പല വിധത്തിലുള്ള പ്രവൃത്തികളെയുമാണ് അവിടെ പറയുന്നത്. ഇവിടെ കായേന വാചാ മനസാ ഇന്ദ്രിയൈർവാ ബുദ്ധ്യാ ആത്മനാ അനുസൃത സ്വഭാവാത്. 7 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ശരീരം കൊണ്ടോ വാക്കുകൊണ്ടോ മനസ്സുകൊണ്ടോ മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടോ സ്വഭാവവിശേഷത്താലോ പ്രകൃതി പ്രേരണയാലോ എന്തെല്ലാം ചെയ്യുന്നുണ്ടോ അത് മുഴുവനും കരോതി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയേത്തത്. പരനായിരിക്കുന്ന നാരായണന് വേണ്ടി സമർപ്പിക്കൂന്ന്. അങ്ങനെയുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കണം. എനിക്ക് സമയമില്ല. എന്താ സമയം? ചെയ്യുന്ന പ്രവൃത്തി ചെയ്തോളൂ. അതിൻ്റെ കൂട്ടത്തിലൊരു പ്ലസ് മാത്രമേ ഇപ്പോൾ ഇവിടെയുള്ളൂ. സമയമില്ല. നിങ്ങൾ വലിയ തിരക്കെടുത്ത് ജോലി ചെയ്യുക, വലിയ ബുദ്ധിമുട്ടുണ്ട്. ഞാനൊരു ബാഗിൽ ഒരു 10 ലക്ഷം ഉറുപ്പിക ഇട്ടിട്ട് നിങ്ങളുടെ അടുത്ത് തന്നാൽ അയ്യോ എനിക്ക് തരരുത്, എനിക്കിതിന് സമയം ഉണ്ടാവില്ല, ഇത് നല്ല ഭാരമുണ്ടല്ലോ കൊണ്ടുപോവില്ല എന്ന് നിങ്ങൾ പറയുമോ? പറയില്ലല്ലോ. അതിനേക്കാളും വില പിടിച്ച ഭക്തിയാണ്. സമയമില്ല എന്ന് മാത്രം ഒരാൾ പറയരുത്. നിങ്ങളുടെ അടുത്ത് നിന്ന് ഒരു എക്സ്ട്രാ സമയവും ആവശ്യപ്പെടുന്നില്ല. ചെയ്യുന്ന പ്രവൃത്തികളെ മുഴുവനും മനോഭാവം എന്ന് പറയുന്ന ഒരു ഭാവം പ്രയോഗിച്ച് ഈശ്വരന് സമർപ്പണമായ ഒരു ഉപഹാരമാക്കി തീർക്കുക എന്നുള്ളതാണ് ഇവിടെ ആവശ്യം. വിശേഷമായിട്ട് ഒന്നും ചെയ്യാൻ പറയണില്ല. എന്ത് ചെയ്യുന്നുവോ അതിനെ സമർപ്പിക്കാനാണ് പറയുന്നത്. ഇതന്നെയാണ് ഗീതയിലും കൃഷ്ണൻ പറഞ്ഞത്. സർവധർമാൻ പരിത്യജ്യ മാം ഏകം ശരണം വ്രജ അഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്യാമി മാ ശുചഃ. ധർമ്മം എന്നുള്ള പേരിൽ പല ശാസനങ്ങളുമുണ്ട്. അത് മുഴുവനും അങ്ങോട്ട് വിട്ടേക്കൂ, അനേകമാണത് എന്നുള്ളതിനാൽ.
മാമേകം ശരണം വ്രജ, ഞാൻ ഒന്ന് മാത്രമാകട്ടെ അർജുനൻ്റെ ശരണം. അങ്ങനെ വന്നാൽ എല്ലാ പാപങ്ങളിൽ നിന്നും ഞാൻ മോചിപ്പിച്ചോളാം. അതാണ് ഇവിടെ ആവശ്യം. ഈ ഭാഗവതത്തിൽ തന്നെ 10-ാം സ്കന്ധത്തിൽ പറയുന്നുണ്ട്, നല്ല ഒരു ശ്ലോകത്തിലെ വാണി ഗുണാനുകഥനേ ശ്രവണം കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം. ലോകജീവിതത്തെ മുഴുവനും ദിവ്യം ഭാസുരമാക്കി തീർക്കാനുള്ളൊരു വഴിയാണ് വാണി ഗുണാനുകഥനേ ശ്രവണം കഥായാം. ഞങ്ങളുടെ വാക്കുകൾ ഗുണാനുകഥനേ, ഈശ്വരൻ്റെ ഗുണങ്ങൾ കഥിക്കുന്നതിലാകട്ടെ ഞങ്ങളുടെ വാക്ക്, ഞങ്ങളുടെ നാവ് സമയം ചെലവ് ചെയ്യുന്നത്. ശ്രവണവൂ കഥായാം, ചെവിയോ ഭഗവത് കഥകൾ കേൾക്കുന്നതിൽ. ഹസ്തൗ ച കർമ്മസു, നമ്മുടെ കൈ എന്ത് വേണം? ഈശ്വരന് കൈകര്യമായി പ്രവർത്തിക്കാനായിരിക്കണം നമ്മുടെ കൈയിൻ്റെ പ്രയോഗം. മനസ്തവ പാദയോർനഃ സ്മൃത്യാം, മനസ്സോ ഈശ്വരൻ്റെ പാദങ്ങളെ സ്മരിക്കുന്നതിലാകട്ടെ നമ്മുടെ മനസ്സ്. ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ, ശിരസ്സോ ഈശ്വരൻ അധിവസിക്കുന്ന ലോകത്തിനെ നമസ്കരിക്കുന്നതിലാകട്ടെ ശിരസ്. ദൃഷ്ടി സദാം ദർശനേസ്തു ഭവത്തനൂനാം, കണ്ണോ അങ്ങയുടെ തന്നെ ഭവത്തനൂനാം. ഈശ്വരൻ സ്വയം അവതരിച്ചവരാണ് സജ്ജനങ്ങൾ, മഹാത്മാക്കൾ, തത്വജ്ഞാനികൾ. അവരെ കാണുന്നതിലാകട്ടെ ഞങ്ങളുടെ കണ്ണ് പ്രയോഗിക്കുന്നത്. വാണി ഗുണാനുകഥനേ ശ്രവണം കഥായാം ഹസ്തൗ ച കർമ്മസു മനസ്തവ പാദയോർനഃ സ്മൃത്യാം ശിരസ്തവ നിവാസ ജഗത് പ്രണാമേ ദൃഷ്ടിഃ സദാം ദർശനേസ്തു ഭവത്തനൂനാം. വാസ്തവത്തിൽ ഇത് വളരെ ഒരു എളുപ്പമാർഗ്ഗമാണ്. എങ്ങനെയത് എളുപ്പമാർഗമാവുന്നത്? ഭഗവത്ഗീതയിൽ ഭക്തിയോഗത്തിൽ കൃഷ്ണൻ പറയുകയാണ്, രണ്ട് കാര്യം ചെയ്താൽ മതി നിങ്ങൾക്ക് എന്നിൽ ജീവിക്കണമെങ്കിൽ. മയ്യേവ മനാധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. മയ്യേവ മനാധസ്വ, നിങ്ങളുടെ മനസ്സ് എന്നിൽ അങ്ങോട്ട് നിർത്തൂ. ഈശ്വരനിൽ നിന്നുണ്ടായതാണ് ലോകം, അദ്ദേഹം പരിപാലിക്കുന്നതാണ് ഇവിടെ എല്ലാം തന്നെ. അതിൽ പെട്ടതാണ് നമ്മളും, നമ്മുടെ ബുദ്ധി, മനസ്സ്, ശരീരം എല്ലാം തന്നെ. അപ്പോൾ ഈശ്വര രക്ഷിതമല്ലാത്തതൊന്നും ഇവിടെയില്ല എന്നുള്ള വിചാരത്തിൽ മയ്യേവ മന ആധസ്വ, നിങ്ങളുടെ മനസ്സിനെ എന്നിൽ അങ്ങോട്ട് പിടിച്ചു നിർത്തൂ. മയി ബുദ്ധിം നിവേശയ, നിങ്ങളുടെ ബുദ്ധിയെയും എന്നിൽ നിവേശിപ്പിക്കൂ. നിവസിഷ്യസി മയ്യേവ, അങ്ങനെയാണെങ്കിലോ അത ഊർധ്വം, ആ നിമിഷം മുതൽ നിങ്ങൾ ജീവിക്കുന്നത് എന്നിലായിരിക്കും. എന്താ ഇവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നത്? നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും ഈശ്വരനെ നിർത്തിയാൽ, ആര് നിർത്തിയോ ആ ആളുടെ ജീവിതം പിന്നെ ഈശ്വരനിലാണ്, ലോകത്തിലല്ലാന്ന്. ഇതിലും മീതെ നിങ്ങൾക്ക് എന്തു വേണം? ഇതൊക്കെ മനസ്സിൻ്റെ ഏകാഗ്രതയും മനസ്സിൻ്റെ നേട്ടവുമാണ്. മയ്യേവ മനാധസ്വ മയി ബുദ്ധിം നിവേശയ നിവസിഷ്യസി മയ്യേവ അത ഊർധ്വം ന സംശയ. അത്രയും കേട്ടപ്പോൾ ഉദ്ധവൻ പറയുകയാണ്, സംശയശൃണ്വതോ വാചം തവ യോഗേശ്വരേശ്വര ന നിവർത്തത ആത്മസ്ഥോ യേന ഭ്രാമ്യതി മേ മനഃ. സംശയശൃണ്വതോ വാചം തവ യോഗേശ്വരേശ്വര, ഹേ യോഗേശ്വരേശ്വര, അങ്ങയുടെ വാക്ക് കേൾക്കുമ്പോൾ, അങ്ങയുടെ വാക്ക് കേൾക്കുന്ന സമയത്ത് മനസ്സിലുടനെ ഒരു സംശയമുണ്ടായിത്തീരുക. ഈ പറയുന്നത് മാതിരി സാധിക്കുമോ? ഇതെങ്ങനെയാണ് സാധിക്കുക? മനുഷ്യൻ്റെ മനസ്സിൽ നിന്ന് വ്യത്യാസബുദ്ധിയോ ഭേദബുദ്ധിയോ നീക്കാൻ പറ്റുമോ? ഈ ഉള്ളതൊക്കെ ഈശ്വരനാണെന്ന് എങ്ങനെയാണ് നമ്മുടെ മനസ്സിൽ തോന്നുക, അംഗീകരിക്കുക? ഇത് സാധ്യമാണോ? നാം കാണുന്നത് ഒരു ദ്രവ്യപ്രപഞ്ചമാണ്, അതാണ് എല്ലായിടത്തും. ഇത് രചിച്ച ഭഗവാൻ എവിടെ ഉണ്ടാവും, എങ്ങനെ ഉണ്ടാവും? അദ്ദേഹം ഒരു ദ്രവ്യമാണോ? അല്ല. ദ്രവ്യമല്ലാത്ത ഒന്നിൽ നിന്ന് ദ്രവ്യമുണ്ടാകാമോ? ഇതൊക്കെ ആലോചിക്കുമ്പോൾ ഒരർത്ഥം, ഒരു പിടികിട്ടലിയാണ്. സംശയശൃണ്വതോ വാചം തവ യോഗേശ്വരേശ്വര ന നിവർത്തത ആത്മസ്ഥോ യേന ഭ്രാമ്യതി മേ മനഃ. ഈ സംശയം നിഴലിക്കുന്നിടത്തോളം കാലം എൻ്റെ മനസ്സിങ്ങനെ ഭ്രമിച്ചുകൊണ്ടിരിക്കുക. ആ മനോഭ്രമം മാറില്ല, സംശയമുള്ളത് വരെ. ഇതാണ് ഉദ്ധവൻ പറഞ്ഞു നിർത്തിയിരിക്കുന്നത്. കൃഷ്ണൻ ഭംഗിയായി കാര്യങ്ങളൊക്കെ വെളിപ്പെടുത്തി കൊടുത്തു. കോപസ്ത്രീകളുടെയും പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാറ്റിൻ്റെയും ദൃഷ്ടാന്തമെടുത്ത് കൊണ്ടുവന്നു. ഭാവബലമാണ് എല്ലാറ്റിനും മീതെ എന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞാലും
എന്തൊക്കെ ചെയ്താലും ഉദ്ധവൻ്റെ മനസ്സിൽ നിന്ന് സംശയം തീരണില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ സംശയം തീരണില്ലെങ്കിൽ ഇനി തീർക്കാൻ എന്തു വേണം എന്നുള്ളൊരു ചോദ്യമാണ് നമുക്ക്. എന്താ ചെയ്യുക? ഒരു വഴിയല്ലേ ഉള്ളൂ, കാര്യങ്ങൾ ഇനിയും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എത്ര പറഞ്ഞാലാണോ ശിഷ്യന് മനസ്സിലാവുക അതുവരെ പറയുക. ഇതാണ് പ്രമാണം. നാം പ്രതിപാദിക്കുന്നത് ദ്വാരകയിൽ നടന്ന കൃഷ്ണനും ഉദ്ധവനുമായിട്ടുള്ള സംവാദമാണ്. വേറെ ഒരു ഭാഷയിൽ പറഞ്ഞാൽ അതെന്താ? ഗുരുവും ശിഷ്യനും തമ്മിലുള്ളതായ ഒരു സംസാരം. ഇതിനുള്ള കാരണം ഉദ്ധവൻ്റെ മനസ്സിലുള്ള വിഷമം എപ്പോൾ ഉണ്ടായി? കൃഷ്ണൻ എല്ലാം വിട്ട് ബദരികാശ്രമത്തിലേക്ക് പൊയ്ക്കോളൂ ഇപ്പം തന്നെ എന്ന് പറഞ്ഞപ്പോഴാണ്. അത് ചെയ്യാൻ ഉദ്ധവന് സാധിക്കണില്ല. അർജുനന് യുദ്ധം ചെയ്യാൻ പറ്റാത്ത ഒരു മനോഭാവമായിരുന്നു മനസ്ഥിതി. ഇവിടെ കൃഷ്ണനെയും ദ്വാരകയെയും വിട്ടു പോകാൻ പറ്റാത്തൊരു തടസ്സം. ആ തടസ്സം നീങ്ങണം എന്നുണ്ട് ആർക്ക്? ഉദ്ധവന്. എന്നാലോ അത് നീങ്ങണമില്ല. അത് എങ്ങനെയെങ്കിലും നീക്കിത്തരണം എന്നുള്ള ഒരു അപേക്ഷയാണ് കൃഷ്ണൻ്റെ മുൻപിൽ വച്ചത്. അപ്പോഴാണ് അന്നേ വരെ അവർ രണ്ടുപേരും തമ്മിൽ സംസാരിക്കാത്ത തരത്തിൽ ഒരു വലിയ സംവാദം അവരുടെ രണ്ടുപേരുടെയും മധ്യത്തിൽ നടക്കുന്നത്. ഈ സംവാദത്തിൻ്റെ ഉദ്ദേശം എന്താ? ഉദ്ധവൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളും തടസ്സങ്ങളും വ്യാമോഹങ്ങളും അജ്ഞാനവും ഭ്രമവും ഒക്കെ അങ്ങോട്ട് മാറണം. അത് മാറുന്നത് വരെ കൃഷ്ണന് സംസാരം നിർത്താൻ പറ്റില്ല. മാറുന്നത് വരെ ഉദ്ധവൻ്റെ ആവശ്യവും പിന്മാറാൻ പോകുന്നില്ല. ഇങ്ങനെയാണ് ഈ സംവാദം നീണ്ടു പോകുന്നത്. ഭഗവത്ഗീത 18 അധ്യായം വരെ നീണ്ടു. ഇവിടെ 24 അധ്യായം വരെയാണ് നീളാൻ പോണത്. അപ്പോൾ ഉദ്ധവൻ്റെ അടുത്ത് ചോദനയും പ്രതിചോദനയും ഒക്കെ വിട്ടോളൂ, എന്നിട്ട് എന്നെ മാത്രം ശരണം പ്രാപിച്ചോളൂ എന്ന് പറഞ്ഞപ്പോൾ ആ ഒന്ന് എന്നുള്ള നില ഉദ്ധവന് സാധിക്കണില്ല എന്നാണ് പറയണത്. എൻ്റെ മനസ്സിൽ സംശയം വരികയാണെന്ന്. അവസാനം ഒരു ജിജ്ഞാസുവിൻ്റെ മനസ്സിലോ ബുദ്ധിയിലോ തങ്ങി നിൽക്കുന്നത് സംശയമാണ്. എന്താണ് സംശയം? എന്ത് സംശയവുമാവാം. ഞാൻ ധരിച്ചു വച്ചിരിക്കുന്നത് തന്നെയാണോ ശരി? എനിക്ക് കിട്ടിയത് തന്നെയാണോ പരമം? ഇനി ഞാൻ ആരാധിച്ച ഈശ്വരനല്ലാതെ വേറൊരാളും കൂടി ഉണ്ടോ? എൻ്റെ ഈശ്വരൻ പൂർണ്ണനാണോ? ഇത് വിട്ട് വല്ലതും നേടാനുണ്ടോ? നേടിയത് ശരിയാണോ? ഇങ്ങനെയുള്ള എന്ത് സംശയം വേണമെങ്കിലാവാം. ഈ സംശയം തീർന്ന് നിസ്സംശയമാവണം നമ്മുടെ മനസ്സ്. അതുവരെ നമുക്ക് അധ്യാത്മമായിട്ടുള്ള അറ്റൈൻമെൻറ്റ്, അധ്യാത്മമായിട്ടുള്ള സിദ്ധി നമുക്ക് കിട്ടില്ല. 3 ഭിദ്യതേ ഹൃദയഗ്രന്ഥി. ആ ഹൃദയഗ്രന്ഥി എന്ന് പറയുന്ന അഹങ്കാരം നമ്മെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നതാണ് അഹം എന്നുള്ളൊരു തോന്നൽ. അഹങ്കാരം എന്നൊരു സാധനം അവിടെ ഇല്ല. ഞാൻ എന്നുള്ളതൊരു തോന്നലാണ്. അതുപോലെ നീ, അവൻ, ഇവൾ എന്ന് തോന്നണതും ഒരു തോന്നലാണ്. അല്ലാതെ ഒരു സാധനമാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കുക അങ്ങനെയില്ല. അപ്പോൾ ആ ഹൃദയഗ്രന്ഥി പോകണം, സംശയങ്ങളൊക്കെ തീരണം, എല്ലാ വിധത്തിലുള്ള കർമ്മബന്ധവും മാറണം. ഭിദ്യതേ ഹൃദയഗ്രന്ഥി ഛിദ്യന്തേ സർവസംശയാ ക്ഷീയന്തേ ചാസ്യ കർമാണി തസ്മിൻ ദൃഷ്ടേ പരാവരെ. ഈ പരബ്രഹ്മം അല്ലെങ്കിൽ പരമാർത്ഥ തത്വത്തെ ഉയർന്നതിലും താഴ്ന്നതിലും അകത്തും പുറത്തും എല്ലാറ്റിലും ഒരുപോലെ കണ്ടാൽ ഈ 3 നേട്ടങ്ങൾ ഉണ്ടാവുന്നു. അപ്പോൾ ഉദ്ധവൻ ഈ നേട്ടം ഉണ്ടായിട്ടില്ല. വിഷമാണ് പറയണത്. അപ്പോൾ കൃഷ്ണൻ ആ വിഷമം തീർക്കാൻ പറ്റിയ തരത്തിൽ ഇനി കാര്യങ്ങളെ ഒന്നും കൂടിയും ഭംഗിയായി ഗ്രഹിക്കാൻ പറ്റുന്ന തരത്തിലോ സമഗ്രമായോ വിവരിച്ചു കൊടുക്കണം. ആ വിവരണമാണ് ഇവിടെ കുറേ ശ്ലോകങ്ങളോട് കൂടി പുറപ്പെടുന്നത്. ഇത് എങ്ങനെയാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് എനിക്ക് കുറച്ചൊരു കൺസേണുള്ള കാര്യമാണ്. ഞാൻ പലപ്പോഴും നിങ്ങളോട് പറയുണ്ടായി, കൂടുതൽ നാം ഈ ഉദ്ധവഗീതയോടുകൂടി മുമ്പോട്ട് പോകുമ്പോൾ കൂടുതൽ ദാർശനികവും സൂക്ഷ്മവും ആന്തരവും വ്യക്തീയവുമായി തീരുകയാണ് ഉപദേശം. പറയുന്നതൊക്കെ മനുഷ്യ മനസ്സിനെ സംബന്ധിച്ചാണ്, ബുദ്ധിയെ സംബന്ധിച്ചതാണ്. ബുദ്ധിയാണ് നമ്മുടെ കയ്യിലുള്ള ടൂള്, ഉപാധി. ആ ബുദ്ധിയിൽ നിന്ന് ബുദ്ധിയിലേക്കാണ് ഈ സംവാദം. കൃഷ്ണൻ ബുദ്ധി ഉപയോഗിച്ച് സംസാരിക്കണം, ഉദ്ധവൻ ബുദ്ധി ഉപയോഗിച്ച് അത് ഗ്രഹിക്കണം. ആ ഗ്രഹിച്ചതിൻ്റെ ഫലം മനസ്സിൽ പ്രതിഫലിക്കണം. എന്നിട്ട് മനസ്സിനുള്ള ഭ്രമവും മോഹങ്ങളും ഒക്കെ തീരണം. ഇതാണ് നമുക്ക് ആവശ്യം. ചർച്ച ചെയ്യുന്നത് എന്നോ നടന്ന സംവാദമാണെങ്കിലും അത് കേൾക്കുന്നത് പ്രേക്ഷകരായ നിങ്ങൾക്ക് ഈ സമയത്ത് തന്നെ പ്രയോജനപ്രദമാകേണ്ടതാണ്. ഇത് നല്ലപോലെ മനസ്സിലാക്കി കൃഷ്ണനെയും ഉദ്ധവനെയും മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഈ സംവാദം കേൾക്കൂ. സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ടഃ മനോമയം സൂക്ഷ്മമുപേത്യ രൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥഭിഷ്ടഃ. ഉദ്ധവൻ്റെ സംശയം തീരാൻ ഇങ്ങനെ ഒരു കാര്യമാണോ അവതരിപ്പിക്കേണ്ടത്? ഇതിനെന്താണ് ഇവിടെ പ്രസക്തി എന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. അങ്ങനെ ഒരു പ്രബന്ധമാണ് അവതരിപ്പിക്കുന്നത് കൃഷ്ണൻ. എന്താ പറയുന്നത്?
എൻ്റെ മനസ്സിലുള്ള സംശയം തീരണില്ല. ഇവിടെ ചോദനയെയും പ്രതിചോദനയെയും എല്ലാറ്റിനെയും വിടാമല്ലേ? ഒക്കെ വിടേണ്ടതാ. വിട്ട് കഴിഞ്ഞിട്ട് ഒരെണ്ണത്തിനെ പിടിക്കണം. അപ്പോൾ പിന്നെ ഈ പലതും എന്തിനുണ്ടായി? എന്തിനാ പിന്നെ ഇത് മുഴുവൻ ഉണ്ടായിരിക്കണത്? നമ്മളെ ഇങ്ങനെ വർണ്ണശബളമായ നാമരൂപപൂർണമായിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിൽ ജന്മമെടുക്കുന്നതിന് പകരം ഒന്നുമില്ലാത്തൊരു ശൂന്യാകാശത്തിലേക്ക് പറഞ്ഞയക്കാമായിരുന്നില്ലേ? ഈ കാണുന്നതൊക്കെ ഇവിടെ ഉണ്ടല്ലോ. ഉണ്ടെങ്കിൽ അതൊന്നും ഇല്ല എന്നങ്ങോട്ട് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? എങ്ങനെയാണ് ഈ ഒന്നിൽ മാത്രമായിട്ട് മനസ്സുറയ്ക്കുക എന്നുള്ളതാണ് ഇവിടെ ചോദ്യം. ഉറയ്ക്കണം. അതുവരെ നിങ്ങൾക്ക് രക്ഷയില്ല. നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ മക്കളും കുട്ടികളും കുടുംബവും വീടും കുടിയും സ്വത്തും സ്വതന്ത്രവും ഫിക്സഡ് ഡെപ്പോസിറ്റും ആയാൽ സമാധാനം ഉണ്ടാവും, ശാന്തി ഉണ്ടാവും എന്ന്? ഞാൻ പറഞ്ഞില്ലേ ഡോക്ടറുടെ കാര്യം. സ്വാമിജി, ഞങ്ങൾക്ക് ഒന്നുമില്ലാത്തതില്ല. 2 കുട്ടികൾ നന്നായി ജോലി നോക്കണു. എനിക്ക് ജോലിയുണ്ട്. എൻ്റെ ഭർത്താവിനൊരു ബിസിനസ്സാണ്. ഒക്കെ ഭംഗിയായിട്ട് നടക്കണു. ഒരു കുഴപ്പമില്ല. ഞങ്ങളിവിടെ വന്നത് സ്വാമിജിയെ ഒന്ന് കാണണം, ഞങ്ങളുടെ മനസ്സിനൊരു സമാധാനവും ഒരു തെളിച്ചവും ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ് വന്നതെന്ന്. അപ്പോൾ എല്ലാം ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് നിറയുന്ന വിചാരിക്കണേ. നിങ്ങളുടെ കയ്യിലുള്ള സാധനങ്ങളൊക്കെ തൊലിക്ക് പുറമെ അപ്പുറത്താണ് നിൽക്കുക. മനസ്സ് നിറയ്ക്കാൻ ഏതെങ്കിലും ഒന്ന് വരുമോ? ഞാൻ കുറേ മന്ത്രം ജപിച്ച് വെള്ളം ഒഴിച്ചാൽ ആ വെള്ളം ഏത് തലയിലാണ് വീഴുക? നിങ്ങളുടെ തലയിലാണ്. മനസ്സിൽ നിറയോ? അത് ഇല്ല. കുറേ പണം വാരിക്കോരി തന്നാൽ അത് എവിടെ വയ്ക്കും? ബാങ്കിൽ കൊണ്ട് നിക്ഷേപിക്കും. ബാങ്കുകാരെടുത്ത് കടം കൊടുക്കും. അപ്പം നിങ്ങളുടെ മനസ്സിനെ നിറയ്ക്കാൻ എന്താണ് വിഭവം? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ശ്രീകൃഷ്ണൻ പറയുകയാണ്, മനസ്സുറയ്ക്കണില്ല അല്ലേ ഉദ്ധവ? ഉറപ്പിക്കാൻ ഞാനൊന്ന് പരിശ്രമിക്കട്ടെ എന്ന് പറഞ്ഞിട്ട്, സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യരൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥവിഷ്ഠ. ഒരു വലിയ പ്രബന്ധമാണ് ഇവിടെ കൃഷ്ണൻ അവതരിപ്പിക്കുന്നത്. വലിയ പ്രബന്ധമാണ് അവതരിപ്പിക്കുന്നത്. ഇതെങ്ങനെയാണ് നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് ഞാൻ ആദ്യം പറഞ്ഞ മാതിരി ഒരു വിഷമമുണ്ട്. പറയണത് ഞാൻ പറയാം, നിങ്ങളൊക്കെ മനസ്സിലായി എന്ന് സമ്മതിക്കണമല്ലോ, മനസ്സിലാക്കണം. അതാണ് ഒരു പ്രവക്താവിൻ്റെ ദൗത്യം. നമ്മളിവിടെ എന്തിനേയും ഗ്രഹിക്കണതും അനുഭവിക്കണതും ചോദിക്കണതും എല്ലാം ചെയ്യണത് തുടക്കം എവിടുന്നാന്നൊന്ന് നിങ്ങൾ എന്നോട് പറയാമോ? എവറിഥിങ് ഇൻ യുവർ ലൈഫ്, പ്ലീസ് ടെൽ മീ where from it commences. ഈ ലോകത്തിൽ നിങ്ങൾ ജനിച്ചുവോ അതോ ഈ ലോകത്തിൽ ജനിച്ചു ഞാൻ എന്ന് നിങ്ങളുടെ മനസ്സ് ഉണരുന്നുവോ? ഈ ചോദ്യത്തിന് മറുപടി ഉണ്ടോ പറയാൻ? ഈ ലോകത്തിൽ നമ്മൾ വന്ന് പിറന്നതാണോ അതോ നമ്മുടെ ഉള്ളിൽ നിന്ന് മനസ്സ് ഉണരുമ്പോൾ ഈ ലോകമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നതോ? ഇതിന് മറുപടി പറയുന്നവരെ നിങ്ങൾക്ക് ശാന്തി ഉണ്ടാവില്ല. ഈ ലോകം നിങ്ങളെ ഉണർത്തുന്നില്ല. നിങ്ങളാണ് ഈ ലോകത്തിലേക്ക് ഉണരുന്നത്. ഒരു കുട്ടി പുതിയതായിട്ട് ജനിച്ചു, അത് കരയണമില്ല, അത് ഉണരണമില്ല എന്ന് വെച്ചാൽ ആ കുട്ടിക്ക് എന്താ അവിടെ ഉണ്ടാവുക? ലോകം ഉണ്ടാവുമോ? ഉണ്ടാവില്ല. അപ്പം ജനിച്ച കുട്ടി കരയണത് എവിടെ കൊണ്ടാ? സ്വന്തമായിട്ടല്ലേ കരയുന്നത്. ഗർഭപാത്രത്തിലായിരുന്നു ഞാൻ, ഇപ്പോൾ ഒരു പുതിയ അന്തരീക്ഷത്തിലേക്ക് വന്നിരിക്കുന്നു. ഈ അന്തരീക്ഷ വ്യത്യാസം എനിക്ക് മനസ്സിലായി എന്ന് പറഞ്ഞ് അത് സ്വയം പുതിയ ചുറ്റുപാടിനോട് പ്രതികരിക്കുന്നതല്ലേ ഈ കരച്ചിൽ. അതിനുശേഷം ഉണ്ടാവുന്ന അനുഭവങ്ങൾ മുഴുവൻ ആ കുട്ടിയുടെ കണ്ണുകൊണ്ടും കാതുകൊണ്ടും ത്വക്കുകൊണ്ടും നാവുകൊണ്ടും ഒക്കെ ഉണ്ടാവുന്ന അനുഭവമല്ലേ. ലോകത്തിൽ നിന്ന് എന്തനുഭവം ആ കുട്ടിക്ക് ഉണ്ടാവുന്നത്? ഞാൻ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ടാണ്, കാണുന്നത്. വേറൊരാളുടെ കണ്ണുകൊണ്ട് ഞാൻ കാണുന്നില്ല. ഭൂമി കൊണ്ട് ഞാൻ കാണുന്നില്ല. ആകാശം കൊണ്ടോ ചന്ദ്രനെ കൊണ്ടോ ഞാൻ കാണുന്നില്ല. എൻ്റെ കണ്ണുകൊണ്ടാണ് ഞാൻ കാണുന്നത്. എൻ്റെ ചെവി കൊണ്ടാണ് ഞാൻ കേൾക്കുന്നത്. എൻ്റെ മൂക്ക് കൊണ്ടാണ് ഞാൻ മണക്കുന്നത്. ആ മണക്കാനുള്ള സാധനം എത്രയുണ്ടെങ്കിലും അതും എൻ്റെ മൂക്കിൻ്റെ തുളയും കൂടി ബന്ധപ്പെട്ടാലേ എനിക്ക് മണം അറിയുള്ളൂ. അതുവരെ അതിന് മണമില്ല. പ്രകാശകിരണങ്ങൾ എത്ര ലോകത്തിലുണ്ടെങ്കിലും അത് എൻ്റെ കണ്ണിൽ വന്ന് അടിക്കുന്നത് വരെ എനിക്ക് ദർശനമുണ്ടാവില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ജീവനാണ് ഇവിടെ പ്രമാണം. ആ ജീവനിൽ നിന്നാണ് സർവ്വതും തുടങ്ങുന്നത്. നിങ്ങളൊക്കെ എന്തു പറയും? ലോകം കുറേ കാലം ഉണ്ടായിരുന്നു. ആ ഉണ്ടായ ലോകത്തിൽ എൻ്റെ തലമുറയിൽ എൻ്റെ അമ്മ പ്രസവിച്ചപ്പോൾ ഞാൻ വന്നതാണ്. സമ്മതിച്ചു, നിങ്ങളുടെ ശരീരം അപ്പോൾ വന്നതാണ്. ശരീരമാണോ ഉണരുന്നത് അതോ ശരീരിയോ എന്നൊരു ചോദ്യം. മൈ ഡിയർ ലിസണേഴ്സ് ആൻഡ് വ്യൂവേഴ്സ്, I would like you to understand very clearly that the whole of the life process commences from your inside,
from the power and the presence that animate and activate your body. That is the center from which the whole universal circle is drawn. It is not that the center is born after the circumference. The circumference is a growth from the center. ഈ ലോകത്തിനെ ദർശിക്കുന്നതിൽ നമ്മുടെ ഉള്ളിൽ നിന്നാണ് അതിൻ്റെ കേന്ദ്രീയമായിരിക്കുന്ന ബിന്ദു. അവിടുന്ന് വരച്ചെടുക്കുന്നതാണ് ഈ ലോകം. ലോകമുണ്ടായതിനു ശേഷം ഉണ്ടായതല്ല നമ്മുടെ സെൻറ്റർ. ഇത് നല്ല പോലെ മനസ്സിലാക്കിക്കോളൂ. സയേഷ ജീവ വിവരപ്രസൂതി. ഇതിനെങ്ങനെയാണ് അർത്ഥം പറയുക? ഈ ജീവനാണ് വിവരപ്രസൂതി. വിവരപ്രസൂതി എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? വിവരം എന്ന് പറഞ്ഞാൽ എന്താ? നല്ല പോലെ ആലോചിച്ച് നോക്കണം നിങ്ങൾ. പ്രസൂതി എന്ന് പറഞ്ഞാൽ പ്രസവം, ജന്മം. വിവരം എന്ന് പറഞ്ഞാൽ ദ്വാരം. വിവരപ്രസൂതി ജീവ എന്നാണ് ഇവിടെ പറയുന്നത്. എന്താ അതിനർത്ഥം? നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കൂ. സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ടഃ മനോമയം സൂക്ഷ്മമുപേത്യ രൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥവിഷ്ടഃ. ഈ ലോകത്തിനെ നാം ഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതിന് പേരുകുത്തുന്നുണ്ടെങ്കിൽ, ഇവിടെ ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്ന 5 പദാർത്ഥങ്ങളുണ്ട് എന്ന് നാം പറയുന്നുണ്ടെങ്കിൽ, ആ പറയുന്നതിന് പ്രമാണം നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങൾ ജീവൻ ഉണ്ടാക്കിയതാണ്, ലോകമുണ്ടാക്കിയതല്ല. അപ്പോൾ ഈ ജീവൻ ഈ ലോകത്തിൽ അങ്ങോട്ട് ഇറങ്ങിയിരിക്കുക. എങ്ങനെയാ? ഒരു ശരീരം സ്വയം നിർമ്മിച്ച്. അമ്മ നിർമ്മിച്ചതൊന്നുമല്ല നമ്മുടെ ശരീരം, അച്ഛൻ നിർമ്മിച്ചതുമല്ല. അല്ല, ആ ശരീരത്തിന് തലച്ചോറ്, അതിന് നട്ടെല്ല്, അതിന് കണ്ണുകൾ, മൂക്കിലെ തുളകൾ, നാവ്, തൊണ്ണ്, ചുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ട് കഴുത്ത്, കൈകാലുകൾ എല്ലാം തന്നെ ഉണ്ടാക്കിയിട്ടുള്ളത് ആ ഉള്ളിലുള്ള ബീജത്തിൻ്റെ ഉള്ളിലുള്ള ശക്തിയാണ്. ഒരൊറ്റ ആളോട് ചോദിച്ചിട്ടല്ല ഉണ്ടാക്കിയിരിക്കണം. അവിടെ ഒരു കമ്പ്യൂട്ടർ ഹെൽപ്പും അവിടെ ഇല്ല. ഒക്കെ ഉണ്ടായിട്ടുള്ളത് ഈ ജീവൻ്റെ മിടുക്ക, അതിൻ്റെ ശക്തി കൊണ്ടാണ്. അത് എന്ത് ചെയ്തു? വിവരപ്രസൂതി. വിവരപ്രസൂതി. എന്താണ് ഈ വിവരപ്രസൂതി എന്നുള്ള വാക്കിന് അർത്ഥം? ഞാൻ പറഞ്ഞു, വിവരം ദ്വാരം, പ്രസൂതി എന്ന് വെച്ചാൽ പ്രസവിക്കൽ. ഈ ഗർഭാശയം എന്ന് പറയുന്നത് എന്താ? ഒരു പാത്ര. ആ പാത്രത്തിൽ അത് ഉള്ളിൽ കിടന്നിട്ട് അങ്ങോട്ട് ഷേപ്പ് ചെയ്ത് രൂപപ്പെട്ടു. എന്നിട്ടോ യോനിമുഖത്തിലൂടെയാണ് കുട്ടി പുറത്തു വരുന്നത്. എന്താ അതിനർത്ഥം? ആദ്യമായിട്ട് ഈ ജീവൻ ഒരു ദ്വാരത്തിൽ കൂടി അകത്ത് പ്രവേശിച്ച് ആ ദ്വാരത്തിൽ കൂടി പുറത്തു വന്നു. അപ്പം ഈ ദ്വാരത്തിന് വലിയ അർത്ഥമാണെന്ന്. എന്തിനാ ഈ ദ്വാരം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. നമ്മുടെ ശരീരം തന്നെ എന്താ? നവദ്വാരങ്ങൾ എന്നാണ് ഇതിന് പറയുക. ഏതാ നവദ്വാരങ്ങൾ? 2 കണ്ണ്, മൂക്കിൽ 2 തുള, 2 ചെവി, 1 വായ. എത്രയായി ഇപ്പോൾ? 2, 2, 4, 2, 6, 1, 7ആയി. പിന്നെ മലദ്വാരം, മൂത്രദ്വാരം. ആ മലദ്വാരവും മൂത്രദ്വാരവും ഉള്ളതുപോലെ ഈ പുത്രോത്പാദനത്തിനുള്ള ദ്വാരവും അതിൽ പെടും. പുരുഷന്മാർക്കത് കാഴ്ചയിൽ ഒന്നാണ്, സ്ത്രീകളിൽ അല്പം വ്യത്യാസമുണ്ട്. ഈ 9 ദ്വാരത്തിൽ ഒന്ന് നല്ല പോലെ വിശകലനം ചെയ്താൽ ഈ കണ്ണ് 2ഉം കാര്യങ്ങളെ ഗ്രഹിക്കാനുള്ളതാണ്, പുറത്തു പോകാനുള്ളതല്ല, അകത്ത് വരാനുള്ളതാണ്. കാഴ്ചയ്ക്ക് വേണ്ടി ദ്രഷ്ടാവ് പുറത്ത് നിർഗമിക്കുന്നുണ്ടോ എന്ന് തോന്നും. പക്ഷേ കണ്ണ് 2ഉം ഗ്രഹിക്കാനാണ്, ചെവിയും ഗ്രഹിക്കാനാണ്, മൂക്കും ഗ്രഹിക്കാനാണ്. മലമൂത്ര വിസർജനം ചെയ്യാനുള്ളതാണ്. അതും ദ്വാരങ്ങളാണ്. ഈ വായ്ക്ക് മാത്രം ഒരു വിശേഷമുണ്ട്. എന്താ? വായയിൽ നിന്ന് ഒന്ന് പുറത്തു പോണു, പിന്നെ ഒന്ന് അകത്തേക്ക് വരണു. ഭക്ഷണം നാം കഴിക്കണു, പുറത്തു വരുന്നതോ ശബ്ദമാണ്. ഈ ദ്വാരങ്ങൾ. അപ്പോൾ വിവരപ്രസൂതി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ ജീവൻ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വന്നിരിക്കുന്നത് തന്നെ നവദ്വാരങ്ങളോടുകൂടിയ ഒരു ശരീരത്തിലാണ്. ആ നവദ്വാരങ്ങൾ വഴി അത് ഓരോന്നും വെളിപ്പെടുത്തി നമുക്ക് തരിക. ആ വെളിപ്പെടുത്തി തരുന്നത് മാത്രമാണ് ഇവിടെ പ്രപഞ്ചം എന്നുള്ള പ്രതീതി. വിവരപ്രസൂതി. ഞാൻ ഈ ഒരു വാക്കിനെ വെച്ച് വളരെയധികം ആലോചിച്ചു. ഇങ്ങനെ ഒരു വാക്ക് പ്രയോഗിച്ചിട്ടുണ്ടോയെന്ന്. ചിലരൊക്കെ അതിന് അർത്ഥമേ പറയണില്ല. എന്താ എഴുതിയിരിക്കണേന്നറിയോ? വിവരപ്രസൂതിയായ ജീവൻ എന്നൊരൊറ്റ വാക്കിൽ കഴിച്ചു. എന്താ ഈ വിവരപ്രസൂതി? അപ്പോൾ അത് ഗർഭാശയം എന്ന് പറയുന്നത് തന്നെ ഒരു ദ്വാരമാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തു വന്നതിന് ശേഷം നമുക്ക് പല ദ്വാരങ്ങളും ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അത് ചിലതൊക്കെ ഗ്രഹിക്കാനും ചിലത് വിസർജിക്കാനും. ഈ മലദ്വാരത്ത് കൂടി എന്താ പുറത്തു പോവുക? കുടലിലുള്ള മലം പുറത്തേക്ക് പോകും. മൂത്രദ്വാരത്ത് കൂടിയോ ആ മൂത്രം ബ്ലാഡറിൽ നിന്ന് പുറത്തേക്ക് പോകും. ഇത്ര തന്നെ. ഇനി ജനനേന്ദ്രിയമാണെങ്കിൽ അത് കൂടി ശുക്ലമോ ശോണിതമോ അത് പുറത്തു പോകുന്നുണ്ട്. അപ്പോൾ ഈ ദ്വാരത്തിൻ്റെ ഉദ്ദേശം എന്താ? ഈ ദ്വാരങ്ങൾക്ക് വല്ല താരതമ്യത്വം ഉണ്ടോ? എന്താ വിശേഷം? ഒരു വിശേഷമുണ്ട്, വായ. ആ വായ്ക്ക് എന്താ വിശേഷം?
ഭക്ഷണം കഴിക്കണു എന്നുള്ളത് അത് വേറെ കാര്യം. അതിൽ നിന്ന് പുറത്തു വരുന്നതാണ് ശബ്ദം. ആ ശബ്ദമാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഘടകം. ഈ ശബ്ദം കൊണ്ടാണ് നാം ഈ ലോകത്തിന് മുഴുവൻ വെളിപ്പെടുത്തുന്നത്. സംസാരിക്കാൻ പറ്റാത്തൊരു മനുഷ്യ സമാജത്തെപ്പറ്റി നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുമോ? എന്തായിരിക്കും അവരുടെ സ്ഥിതിയെന്ന്? ഈ ശബ്ദം എങ്ങനെ വരുന്നു? ആ ശബ്ദം വരുന്നതിന് വലിയ അർത്ഥമാണ്. ഇവിടെ എനിക്ക് കുറച്ച് കാര്യമായിട്ട് ചിലത് പറയാനുണ്ട്. നമ്മുടെ ശരീരത്തിൽ ഈ ശരീരത്തിൻ്റെ ഘടനയുണ്ടല്ലോ, ഈ നവദ്വാരങ്ങളോട് കൂടിയുള്ള ഒരു ശരീരം, ഇത് നിർമ്മിക്കാനുള്ള കേന്ദ്രീകൃത പ്രവർത്തനം നടക്കുന്നത് എവിടെയാണ്? തലച്ചോറിലാണ് നടക്കുന്നത്, ബ്രെയിനിലാണ്. അപ്പോൾ ആദ്യം ഉണ്ടാവുന്നത് ബ്രെയിനാണ്. ഈ ബ്രെയിൻ എന്ന് പറയുന്നത് ഒറ്റപ്പെട്ട ഒരു ഘടകമല്ല. ദി ബ്രെയിൻ ആൻഡ് ഓൾസോ ദ സ്പൈനൽ കോഡ് ടുഗദർ ബിക്കംസ് എ ബ്യൂട്ടിഫുൾ കോമ്പസിറ്റ്, ഒരു ഹോൾ. നിങ്ങളൊന്നും തെറ്റിദ്ധരിക്കരുത് തലച്ചോറ് മാത്രം. ബ്രെയിനെ പോലെ മുഖ്യമാണ്. അവിടുന്ന് തന്നെ പുറപ്പെട്ട് നമ്മുടെ ഈ അടിവരെ എത്തുന്നത്. ആ ചന്തിയുടെ ഭാഗത്ത് അവസാനിപ്പിക്കുന്നുണ്ടല്ലോ, ആ അവസാനിക്കുന്നത് വരെയുള്ള നട്ടെല്ല്, ഇത് രണ്ടും ഒരുമിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഈ രണ്ട് പ്രവർത്തനത്തിനും വളരെയധികം പാരസ്പര്യമുണ്ട്. നട്ടെല്ലില്ലാതെ ബ്രെയിനിന് പ്രവർത്തിക്കാൻ പറ്റില്ല, ബ്രെയിൻ ഇല്ലാതെ നട്ടെല്ലിനും പ്രവർത്തിക്കാൻ പറ്റില്ല. അത് വളരെ ഈ രണ്ടും കൂടി ചേർന്ന് എന്താ ചെയ്യണത് എന്ന് ചോദിച്ചാൽ, എല്ലാ വിധത്തിലുള്ള ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ വിവരങ്ങൾ, അത് കൊണ്ടുവരലും പുറത്തേക്ക് കൊടുക്കലുമാണ് ഇത് രണ്ടിൻ്റെയും ജോലി. ബോത്ത് ടുഗദർ ഡു ദ ടാസ്ക് ഓഫ് ബ്രിങ്ങിങ് ആൻഡ് ഡെലിവറിങ് ഇൻഫർമേഷൻ ആൻഡ് സിഗ്നൽസ് ഫ്രം ദ ഡിഫറെൻറ്റ് ക്വാർട്ടേഴ്സ് ഓഫ് ദ ബോഡി. ഇപ്പോൾ കാലിൻ്റെ തള്ളവിരലിൻ്റെ തുമ്പത്ത് ഒരു എറുമ്പ് കടിച്ചാൽ ആ കടിച്ചു എന്നുള്ള ഇൻഫർമേഷൻ തലച്ചോറിലേക്ക് എത്തണം. അത് കടിച്ചതിന് ശേഷം നമ്മുടെ വിരലിൻ്റെ തുമ്പ് കൊണ്ടുപോയി ആ ഉറുമ്പിനെ തട്ടി മാറ്റണം. അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് എത്താൻ എങ്ങനെയാണ് ഈ എത്തണത്? അതിന് ചില വെഹിക്കിൾസിൻ്റെ നാടിഞരമ്പുകളുണ്ട്. ആ നാടിഞരമ്പുകളൊക്കെ തുടങ്ങുന്നത് എവിടുന്നാണ്? സ്പൈനൽ കോളത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ സ്പൈനൽ കോളത്തിൽ നിന്നുള്ള നെർവസ് സിസ്റ്റം ഉണ്ടല്ലോ, ആ നെർവസ് സിസ്റ്റം ശരീരത്തിലെ എല്ലാ സ്ഥലത്തും വ്യാപിക്കണം. കണ്ണടയ്ക്കുന്നുണ്ട്, തുറയ്ക്കുന്നുണ്ടെങ്കിൽ അതിനൊരു നെർവുണ്ട്. മൂക്ക് ഇങ്ങനെ ആവുന്നുണ്ടെങ്കിൽ അതിനുണ്ട്. നാവ് അതുമുണ്ട്. എല്ലാ സ്ഥലത്തും ഈ നെർവാണ്. ഈ നെർവ് കൂടിയാണ് സിഗ്നൽസ് പോണതും വരണതും. അപ്പോൾ സിഗ്നൽസ് പോയി വന്നല്ലെങ്കിൽ ബ്രെയിനിലെ ആശയങ്ങൾ എങ്ങനെ ആവില്ല. അതാണ് ഇത് രണ്ടും കൂടി ഒരുമിച്ചാണെന്ന് പറഞ്ഞത്. അപ്പോൾ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സിഗ്നൽസ്, ഇൻഫർമേഷൻ, വിവരവും അതേമാതിരി പ്രതികരണവും മേടിക്കാനും കൊടുക്കാനും കൂടി നടക്കുന്നതാണ്. അറിവ് എന്ന് പറയുന്നത് പിന്നീട് രൂപപ്പെടുന്നതാണ്. ഈ സെൻസറി ഇമ്പൾസസ്, ഇന്ദ്രിയങ്ങൾ നമുക്ക് നൽകുന്നതായ ഇമ്പൾസ് ഉണ്ടല്ലോ, വിവരം, അതനുസരിച്ചാണ് നമുക്ക് അറിവ് രൂപപ്പെടുന്നത്. ഇന്ദ്രിയങ്ങൾ പ്രവർത്തിക്കണം. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ഈ സ്പൈനൽ കോഡും നമ്മുടെ ബ്രെയിനും കൂടിയിട്ടാണ്. അതിനുശേഷം ഈ ബ്രെയിനിൻ്റെ ഉദ്ദേശം എന്താ? ഈ ബ്രെയിനും സ്പൈനൽ കോഡും പാരസ്പര്യത്തോടു കൂടി പ്രവർത്തിക്കുന്നതാണ്. ഇവിടെ കൃഷ്ണൻ എന്താ പറയണത്? ഈ അറിവ് എന്ന് പറയുന്ന പ്രോസസ്, പ്രക്രിയ എന്താണ്? അതെങ്ങനെയാണ് നടക്കുന്നത്? അതിലെ ദ്വാരങ്ങൾക്ക് എന്തെങ്കിലും പങ്കുണ്ടോ? പങ്കുണ്ടെങ്കിൽ തന്നെ എവിടുന്നാണ് ഈ അറിവ് രൂപപ്പെടുന്നത്, പുറത്തു വരുന്നത് എന്നൊക്കെ പറയുക. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ആദ്യമായിട്ട് പറയുന്നത് എന്താ? ഈ ജീവൻ. എന്താണ് ഈ ജീവൻ എന്നുള്ള വാക്കിനർത്ഥം? ജീവിക്കുന്നതെന്തോ അത് ജീവൻ. ജീവിക്കുന്നതിനാൽ അതിന് ജീവൻ എന്ന് പേര്. ജീവിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ചുറ്റുപാടുമുള്ള പ്രതികരണങ്ങൾ, ചുറ്റുപാടുമുള്ള സ്റ്റിമുലസ്, അവ നൽകുന്നതായ എന്തെങ്കിലും പ്രേരണയെ മനസ്സിലാക്കി അതിനോട് പ്രതികരിക്കുന്നതാണ് ഈ ജീവൻ്റെ സ്വഭാവം. കണ്ണ് തുറക്കുമ്പോൾ കാണുന്നു, അപ്പോൾ കണ്ടതിനോട് പ്രതികരിക്കുന്നു. ചെവിയിൽ ശബ്ദം വന്ന് അലയ്ക്കുന്നു, അത് കേൾക്കണം, അതിനോട് പ്രതികരിക്കണം. അങ്ങനെ ത്വക്കായാലും നാവായാലും മൂക്കായാലും അതിനോടൊക്കെ പ്രതികരിക്കുക. ആ പ്രതികരണമാണ്. അപ്പോൾ കൃഷ്ണൻ ഇവിടെ ഇപ്പോൾ എന്താ ചെയ്യുന്നത്? നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഈ ജീവനിൽ എങ്ങനെയാണ് ഈ അറിയുന്ന പ്രക്രിയ നടക്കുന്നത് എന്നൊക്കെ കുറേ വിവരിക്കുകയാണ് ഇവിടെ. സയേഷ ജീവ വിവരപ്രസൂതി പ്രാണേന ഘോഷേന ഗുഹാം പ്രവിഷ്ട. ഈ ജീവൻ എന്ന് പറയുന്നത് രണ്ട് ഭാവത്തോടു കൂടിയതാണ്. ഒരു മരം രണ്ടായിട്ട് ഇങ്ങനെ വളർന്നാൽ തുല്യമായിട്ടാണ് ഒരു വിത്തിൽ നിന്ന് വളരുന്നത് എന്ന് വെച്ചോളൂ. അതുപോലെയാണ് വാസ്തവത്തിൽ രണ്ട് ഭാവം ജീവനുള്ളത്. ഒന്ന് ജ്ഞാനം, അറിവ്, പിന്നെ ഒന്നോ പ്രവൃത്തി. പ്രവൃത്തി എന്ന് പറഞ്ഞാൽ അത് ചലനവും സ്പന്ദനവുമാണ്. സൂക്ഷ്മമായിരിക്കുന്ന ചലനങ്ങളെ സ്പന്ദനം എന്ന് പറയും, സ്ഥൂലമായിട്ടുള്ള സ്പന്ദനങ്ങളെ ചലനം എന്ന് പറയും. ആ ചലനം തന്നെ ഗമനമാകാം. എന്താ ഈ ഗമനം എന്ന് പറഞ്ഞാൽ? ഒരു സ്ഥലത്തിൽ നിന്ന് വിട്ട് വേറെ ഒരു സ്ഥലത്തിലേക്ക് പോകുമ്പോൾ അത് ഗമനമായി. ഒരേ സ്ഥലത്തിലിരുന്ന് ഇങ്ങനെ വിറയ്ക്കുമ്പോൾ അത് സ്പന്ദനം അല്ലെങ്കിൽ ചലനം എന്ന് വേണമെങ്കിൽ പറയാം.
അപ്പോൾ ഈ ചലനാദികളും സ്പന്ദനാദികളും പ്രവൃത്തിക്ക് നിദാനമാണ്. ജ്ഞാനം എന്ന് പറയുന്നതിൽ ചലനമോ സ്പന്ദനമോ ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ജീവൻ എന്ന് പറഞ്ഞാൽ ഈ രണ്ട് ഭാവമുള്ളതാണ്. അപ്പോൾ അത് എന്ത് ചെയ്യണു? ഈ ജ്ഞാനത്തെയും ചലന സ്പന്ദന ഗമനാദികളെയും കൂട്ടിച്ചേർക്കുന്ന ഒരു പ്രക്രിയയാണ് ഈ ശരീരത്തിൽ നടക്കുന്നത്. നമ്മുടെ ശരീരം അതിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ എന്ത് ചെയ്തു? ആ ജീവൻ, വിവരപ്രസൂതിയായിട്ടുള്ള ജീവൻ, ദ്വാരത്തിൽ നിന്ന് പുറപ്പെട്ട് അനവധി ദ്വാരങ്ങളോടുകൂടി ജനിച്ച് ഓരോ ദ്വാരത്തിൽ നിന്നും ഓരോന്നോരോന്നിനെ പ്രസവിപ്പിക്കുന്നതായ ജീവൻ പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യ രൂപം. ആദ്യമായിട്ട് അതെന്ത് ചെയ്തു? അതിസൂക്ഷ്മമായിരിക്കുന്ന മനസ്സ് എന്ന് പറയുന്ന ഒരു സൂക്ഷ്മ രൂപം. ഈ സൂക്ഷ്മം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? സ്ഥൂലത്തിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ പറ്റുന്നതാണ് സൂക്ഷ്മം. അപ്പോൾ സൂക്ഷ്മത്തിനെ നമുക്ക് കാണാൻ പറ്റില്ല. അപ്പോൾ സൂക്ഷ്മമായിരിക്കുന്ന മനോമയം രൂപം ഉപേത്യ, മനസ്സ് എന്ന് പറയുന്ന സൂക്ഷ്മ രൂപം കൈക്കൊണ്ട് അതെന്ത് ചെയ്തു? പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട. പ്രേക്ഷകന്മാരെൻ്റെ കൂടെ ഉണ്ടാവോ ഞാനിത് പറയുമ്പോൾ? ഘോഷേണ പ്രാണേന. ആദ്യമായിട്ട് അതെന്ത് ചെയ്തു? മനസ്സ്, ഒരു ജ്ഞാനം. അപ്പം ഞാൻ താഴത്തേക്ക് ഇറങ്ങാൻ പോവാ എന്ന് തീരുമാനിച്ചു. താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങുക. ഗുഹാം പ്രവിഷ്ട. വാസ്തവത്തിൽ ഈ ശരീരം ഒരു ഗുഹയാണ്. ആ ഗുഹയിൽ നവദ്വാരങ്ങളുണ്ട്. അപ്പോൾ ആ ഗുഹയിൽ അങ്ങോട്ട് പ്രവേശിച്ചതിന് ശേഷം മനസ്സോടുകൂടി സൂക്ഷ്മമായ രൂപത്തോടുകൂടി ആ രൂപം കൈക്കൊണ്ട് അതെന്ത് ചെയ്തു? പ്രാണനെ കൂട്ടുപിടിച്ചു. ഘോഷേണ എന്നൊരു ശബ്ദം ഉപയോഗിച്ചിട്ടുണ്ട്. ഘോഷം എന്ന് പറഞ്ഞാൽ എന്താ അതിനർത്ഥം? ശബ്ദം തന്നെ അർത്ഥം. അപ്പോൾ ഈ പ്രാണൻ എന്ന് പറയുന്നത് ഒരു ഒഴുക്ക. അവിടെ എവിടെ എന്തൊഴുകിയാലും ഒരു ശബ്ദം ഉണ്ടാവും. ആ ശബ്ദം നമുക്ക് കേൾക്കാൻ പറ്റുമോ എന്നുള്ളത് എനിക്കറിയില്ല. ഞാൻ പറയണത് ശരിയല്ലെങ്കിൽ ശാസ്ത്രജ്ഞന്മാർ അവരുടെ ഭാഷയിൽ തിരുത്തിക്കോട്ടെ. പക്ഷെ ഞാൻ ശാസ്ത്രജ്ഞനായിട്ട് പറയല്ല, എന്നാൽ ശാസ്ത്രജ്ഞനാണേനും. സയേഷ ജീവോ വിവരപ്രസൂതി പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട മനോമയം സൂക്ഷ്മമുപേത്യ രൂപം മാത്രാസ്വരോ വർണ്ണയിതി സ്ഥവിഷ്ട. ഇത് കൃഷ്ണൻ എന്തിനാ പറയണത് എന്നുള്ളത് പ്രേക്ഷകരും എല്ലാവരും ഒന്ന് ഓർമ്മ വയ്ക്കണം. ഉദ്ധവന് സംശയം തോന്നി. ചോദനയും പ്രതിചോദനയും, ശ്രുതവും ശ്രോതവ്യവും, പ്രവൃത്തി നിവൃത്തി ഒക്കെ അങ്ങോട്ട് വിട്ട് എന്നെ മാത്രം കരുതിയാൽ മതി എന്ന് പറയുമ്പോൾ എല്ലാറ്റിനെയും അങ്ങോട്ട് വിട്ടിട്ട് ഒന്നിനെ പിടിക്കുക എന്ന് വരുമ്പോൾ അപ്പം ഈ എല്ലാം അവയ്ക്കൊരു നിക്കക്കള്ളിയൊക്കെ ഇല്ലേ? ആ എല്ലാറ്റിലൂടെ അല്ലേ നമ്മൾ വളരുന്നത്. ഞാൻ എന്ന് പറയുമ്പോൾ തന്നെ അനവധി ആൾക്കാരിൽപ്പെട്ട ഒന്നാണ് ഞാൻ. അങ്ങനെ എത്രയോ ജനങ്ങളും ജീവജാലങ്ങളും ഉള്ളതാണ് ഭൂമി. ഭൂമി എന്ന് പറയുന്നത് പ്രപഞ്ചത്തിലുള്ള കോടാനുകോടി ഗോളങ്ങളിൽപ്പെട്ട ചെറിയ മുതിര പോലെ ഒരു സാധനമാണ്. അപ്പം ഇങ്ങനെ എല്ലാറ്റിനെയും വിടുക എന്നങ്ങോട്ട് പറയുമ്പോൾ ഉദ്ധവന് പോലും ഒരു നെടുക്കമുണ്ടാവുക. അപ്പം ആ നെടുക്കം നീക്കിയെടുത്ത് മണിക്കൂറുകൾക്കുള്ളിൽ ഉദ്ധവൻ ഈ പറയുന്നത് മനസ്സിലാക്കി ദ്വാരകയും കൃഷ്ണനെയും ഒക്കെ വിട്ടു പോണല്ലോ. അപ്പം അത് പോകാൻ വേണ്ടി എന്താണ് ഒരു വഴി? അത് പറഞ്ഞു കൊടുക്കുകയാണ്. പറഞ്ഞു കൊടുക്കുന്നത് എന്താ? അധ്യാത്മം എന്ന് പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആത്മാ എന്നുള്ള വാക്കിനർത്ഥം താൻ അല്ലെങ്കിൽ ഞാൻ. ഈശ്വരൻ എന്ന് പറയുന്ന ഭഗവാൻ, പരബ്രഹ്മം എന്ന് പറയുന്നത്, പരമാത്മാ എന്നൊക്കെ പറയുന്നത്, ഇതൊക്കെ അദ്വൈതജ്ഞാനമാണെന്ന് സൂതൻ ആദ്യമേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വദന്തി തത്തത്വവിദഃ തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാൻ ഇതി ശബ്ദതേ. നമുക്ക് എത്ര വാക്കുകളാണ് നമ്മുടെ മുൻപിൽ? ഭഗവാൻ, പരമകല്യാണനിധിയായിരിക്കുന്ന ഭഗവാൻ, ഈ പ്രപഞ്ചത്തിനെ മുഴുവൻ രചിച്ചവൻ, സംരക്ഷിക്കുന്നവൻ, അതുപോലെ സംഹരിക്കുന്നവനും. ആ ഈശ്വരനെയാണ് നാം ഭഗവാൻ ഭഗവാൻ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു വലിയ ഒരു സങ്കല്പമാണ്. അവിടുന്ന് അങ്ങോട്ടോ പരബ്രഹ്മം എന്ന് പറയുമ്പോൾ ആ പുല്ലിംഗ സ്ത്രീലിംഗ ഭേദങ്ങളില്ലാതെ ഒരു നപുംസകലിംഗ ശബ്ദം പോലെയാണ് പരബ്രഹ്മം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഈ സ്ത്രീ പുരുഷ വ്യത്യാസങ്ങളൊക്കെ പിന്നീടുണ്ടായതാ. എത്രയോ ഗോളങ്ങളുണ്ട്. അവിടെ ജീവജാലങ്ങളുണ്ടോ? ഇല്ല. ഈ ഭൂലോകത്ത് മാത്രമല്ലേ ജീവജാലങ്ങളുള്ളൂ. ആ ജീവജാലങ്ങൾ ഉള്ളപ്പോഴല്ലേ സ്ത്രീ പുരുഷൻ എന്നുള്ള ലിംഗവ്യത്യാസമുള്ളൂ. അപ്പോൾ ഈ പരബ്രഹ്മം എന്ന് പറയുന്നത് ലിംഗവ്യത്യാസത്തിൽപ്പെട്ടതാണോ? ലിംഗവ്യത്യാസങ്ങൾ എത്ര താഴെയാണ് നമുക്ക് വന്നിരിക്കുന്നത്. അപ്പോൾ പരബ്രഹ്മം എന്ന് പറയുന്ന ആ മൂലമുണ്ടല്ലോ, എല്ലാറ്റിനും ഹേതുവായിരിക്കുന്ന, ഉത്പത്തി സ്ഥാനമായിരിക്കുന്ന ആ പ്രഭാവം, അതിനെ പുല്ലിംഗ സ്ത്രീലിംഗ രൂപത്തിൽ പരാമർശിക്കുന്നത് ശരിയല്ല. അതുകൊണ്ട് പരബ്രഹ്മം എന്ന് പറയുന്നു. ഇനിയോ ആത്മാ, പരമാത്മ. ഈ മൂന്ന് ശബ്ദങ്ങളും വാസ്തവത്തിൽ
രണ്ട് എന്ന് ഇടം കൊടുക്കാത്ത ജ്ഞാനം, നമ്മുടെ അറിവ് എപ്പോഴാണോ ഏകമയമാകുന്നത്, ഏകമായി തീരുന്നത്, അവിടെ ഒന്നിനും വ്യത്യാസമില്ല. സർവ്വ അറിവും ഉദിക്കുന്നത് എവിടെയാ? അവനവൻ്റെ ഉള്ളിൽ. അനുഭവങ്ങളൊക്കെ എവിടെയാ? നമ്മുടെ ഉള്ളിൽ. അപ്പം നമ്മുടെ ഉള്ളിൽ എല്ലാം കൂടി എത്ര പൊരുളുണ്ട്? ഒരൊറ്റ ഉണർവേ ഉള്ളൂ. ആ ഉണർവ് രൂപാന്തരപ്പെട്ടാണ് ഈ കാണുന്ന വിഷയങ്ങളൊക്കെ ആയിത്തീരുന്നത്. അപ്പോൾ വിഷയങ്ങളുടെ പ്രതീതി, വിഷയങ്ങളെ ഒപ്പി എടുക്കുന്നത് നമ്മുടെ മനസ്സാണ്. മനസ്സൊന്നാണ്, എന്നാലും അത് ഉണ്ടാക്കി തീർക്കുന്ന വകഭേദങ്ങളോ അനവധിയുണ്ട്. ഈ വകഭേദങ്ങളൊക്കെ അനവധിയായാലും മനസ്സ് ഒന്ന് വിട്ട് രണ്ടാവുന്നുണ്ടോ? ഇല്ല. അപ്പോൾ സർവ്വജ്ഞാനവും ഉദിക്കുന്നത് ഉണർവിലാണ്. ആ ഉണർവ് മയമാണ് സർവ്വജ്ഞാനവും. നിങ്ങൾ ആനയെ കണ്ടോളൂ, കുതിരയെ കണ്ടോളൂ, ഒട്ടകത്തിനെ കണ്ടോളൂ, അണ്ണാറക്കണ്ണനെ കണ്ടോളൂ. ഈ കാഴ്ച എന്ന് പറയുന്നത് വ്യത്യാസപ്പെട്ടതാണെങ്കിലും കാണുന്ന ദൃക്കിൽ ഇതൊക്കെ ഒരു പതിപ്പാണ്. അത് ദൃങ്മയമാണ്. അത് വരുമ്പോൾ ഒറ്റ ജ്ഞാനമാണ്. ആ അദ്വൈത ജ്ഞാനത്തെയാണ് ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദതേ, പരബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാൻ എന്നും പറയുന്നത്. അതിൽ നമുക്ക് അനുഭവവേദ്യമായിരിക്കുന്നത് ഏതാ? ജീവന, നമ്മുടെ ഉള്ളിലുള്ളതാ. ഇവിടുന്നാണ് എല്ലാം പുറപ്പെടുന്നത്. നമ്മെ പ്രസവിച്ചു, ആ പ്രസവിച്ച വർത്തമാനം നമുക്ക് മനസ്സിലായി, കുട്ടി കരഞ്ഞു, അവിടുന്ന് അങ്ങടെ ഒക്കെ സ്വാനുഭവങ്ങളാണ്. അപ്പം സർവത്തിൻ്റെയും കേന്ദ്രബിന്ദു തൻ്റെ ഉള്ളിലാണ്. അതിനെയാണ് ഈ ജീവൻ എന്ന് പറയുന്നത്. അപ്പം ഈ ജീവൻ്റെ വിസ്തൃത ഭാവങ്ങളും വിസ്തൃത സങ്കല്പങ്ങളും പ്രകടനങ്ങളുമാണ് ഈ കാണുന്നത് മുഴുവൻ എന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. അത് മനസ്സിലാക്കി കൊടുത്താൽ ഉദ്ധവന് സമാധാനം വരണം. അനവധി അനവധി അനേകം എന്നുള്ള ഭ്രമം മനസ്സൊന്നു പോകും, പോകാതെ നിവൃത്തിയില്ല. അതാണ് ഇവിടെ വിവരപ്രസൂതി സയേഷ ജീവ എന്ന് പറഞ്ഞത്. ഈ ജീവൻ എങ്ങനത്തെ ജീവൻ? വിവരപ്രസൂതി, അനവധി ദ്വാരങ്ങളിലൂടെ അഭിവ്യക്തമായി തീരുന്നതായ ജീവൻ. പലതിലൂടെ പ്രസവിച്ചതെന്ന് പറഞ്ഞാൽ പുതിയതായിത്തീരുക. പ്രസവം എന്ന് പറയുന്നത് എപ്പോഴാണ്? ഒരു ജന്മം. എപ്പോഴാ ജന്മം എന്ന് പറയുക? മുമ്പില്ലാതെ ഇരുന്നത് ഉണ്ടാകുമ്പോഴാണ് പ്രസവിച്ചു, ജനിച്ചു എന്ന് പറയുന്നത്. അപ്പോൾ ഓരോ ദ്വാരങ്ങളിലൂടെയും അത് അഭിവ്യക്തമായി തീരുന്നു. ഞാൻ ഒരിക്കൽ പറഞ്ഞു, ഇനിയും പറയാം. നമ്മുടെ ശരീരം എന്ന് പറയുന്നത് ഒരു കോട്ടയാണ്, ഒരു നഗരമാണ്. ഒരു നഗരം എന്ന് പറയുമ്പോൾ ശരീരം ചെറിയ ഒരു സാധനമാണല്ലോ. അതിനെ എന്താ സ്വാമിജി നഗരം എന്ന് പറയുന്നത്? നഗരം തന്നെയാണ്. ആ നഗരത്തിൽ അകത്ത് പ്രവേശിക്കാനും പുറത്തു പോകാനുമായി ദ്വാരങ്ങൾ ഉണ്ടാവും. അതിനാണ് ഗോപുരം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ രാജധാനിക്കോ അല്ലെങ്കിൽ വലിയ ഒരു നഗരത്തിനോ ഒരു ഗോപുരമായാൽ പറ്റില്ല. അനവധി ഗോപുരമുണ്ട്. നമ്മുടെ നല്ല നല്ല ക്ഷേത്രങ്ങൾക്ക് പോലും ചുരുങ്ങിയത് 4 ഗോപുരം ഉണ്ടാവും. എന്താ അതിനൊക്കെ അർത്ഥം? അപ്പോൾ ചിലത് കൂടി അകത്ത് പ്രവേശിക്കാനും ചിലത് കൂടി പുറത്തു പോകാനും. അപ്പോൾ കൺഫ്യൂഷനില്ല. പുറത്തു പോകലും അകത്ത് വരലും ഒരുമിച്ചായാലോ പലതരത്തിലുള്ള കൺഫ്യൂഷനായി, വലിയ ബുദ്ധിമുട്ടാണ്. ഉള്ളിലേക്ക് പോകാൻ ഒരു വഴി, പുറത്തേക്ക് പോകാൻ വേറെ ഒരു വഴി വേണം. അപ്പോൾ ഈ 9 ദ്വാരങ്ങളിൽ ഞാൻ മുമ്പ് തന്നെ പറഞ്ഞു, ചില ദ്വാരങ്ങളൊക്കെ ഇങ്ങോട്ട് പ്രവേശിക്കാനാണ്, കണ്ണ്, മൂക്ക്, ചെവി മുതലായിട്ടുള്ളതൊക്കെ. പുറത്തേക്ക് പോകാനുള്ളതാണ് പിന്നെയുള്ള ദ്വാരങ്ങൾ. അതിൽ മലമൂത്ര വിസർജന ദ്വാരങ്ങളുണ്ടല്ലോ, പ്രൊക്രിയേഷൻ ഉള്ളത് അടക്കം. അതിൽ നിന്നൊക്കെ പുറത്തു പോണത് മൂത്രദ്വാരം, മലദ്വാരത്തിൽ നിന്ന് ജീവനില്ലാത്ത മാലിന്യങ്ങളാണ് പോകുന്നത്. ആ ജനനേന്ദ്രിയത്തിൽ നിന്ന് മാത്രമേ ക്രിയാത്മകമായിട്ടുള്ള ഒന്ന്, ഒരു കുട്ടി ഉണ്ടാവാനുള്ള വിസർജനമുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ പ്രധാനപ്പെട്ട ദ്വാരം എന്താ? വായ. ഈ വായയെ കൂടി പുറത്തു വരുന്നതാണ് ശബ്ദം. ആ ശബ്ദം പെട്ടെന്നുണ്ടായി എന്നല്ല, അത് വളരെ സങ്കീർണമായിട്ടുള്ള ഒരു പ്രൊഡക്ഷനാണെന്നാണ് ഭാഗവതവും കൃഷ്ണനും പറയുന്നത്. അപ്പോൾ എന്തിനാ ഇത് പറയുന്നത്? ആ ശബ്ദത്തിന് വലിയൊരു വിശേഷമാണ്. ഞാൻ മുമ്പ് വ്യക്തമാക്കിയതുപോലെ മനുഷ്യൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ മൃഗങ്ങളുടെ ശബ്ദം പോലെയല്ല. അതിൽ മാത്രകളുണ്ട്, സ്വർണങ്ങളുണ്ട്, സ്വരങ്ങളുണ്ട്, വർണ്ണങ്ങളുണ്ട്. ഇതെല്ലാം ഉള്ളതാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ്റെ ശബ്ദം. ഈ എല്ലാം ഉള്ളത് കൊണ്ടാണ് അതിന് വളരെയധികം അറിവ് പ്രദാനം ചെയ്യാൻ സാധിക്കുന്നത്, ആശയങ്ങൾ വിനിമയം ചെയ്യാൻ പറ്റുന്നത്. അപ്പം അത് വ്യക്തമാക്കി പറഞ്ഞു കൊടുക്കുക. പലതും ഉള്ളപ്പോഴേ നമുക്ക് വിധിയും നിഷേധവും ആചരിക്കേണ്ടതുള്ളൂ, അനുസരിക്കേണ്ടതുള്ളൂ. ഒന്നായി തീർന്നാലോ അവിടെ വിധിയില്ല, നിഷേധവും ഇല്ല. അപ്പോൾ ഈ കാണുന്നത് മുഴുവൻ ഒന്നാണ് എന്ന് കൃഷ്ണൻ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അത് പറഞ്ഞ് മനസ്സിലാക്കാൻ അദ്ദേഹം എന്തിനെയാണ് ഉദാഹരിക്കുന്നത് അല്ലെങ്കിൽ എടുക്കുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ ശരീരത്തെ. ആ ശരീരത്തിൽ ജീവൻ പ്രവേശിച്ചു. എങ്ങനെ പ്രവേശിച്ചു? ആ പ്രവേശിച്ചതിന് ശേഷം ഉദ്ദേശം എന്താ? വിവരപ്രസൂതിയായിട്ടാണ് പ്രവേശിച്ചത്. വിവരം, പ്രസൂതി എന്നുള്ള വാക്കിനർത്ഥം ദ്വാരങ്ങളിലൂടെ അഭിവ്യക്തമായി തീരുന്നതായ ഈശ്വരൻ, ഈ ജീവൻ. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഘടന തന്നെ ജീവന് അഭിവ്യക്തി ഉണ്ടാവാൻ. അഭിവ്യക്തി എന്ന് വെച്ചാൽ അതിനൊരു വേണ്ടതുപോലെ മനസ്സിലാക്കത്തക്ക വിധത്തിലുള്ള ഒരു പ്രകടനം.
ഇപ്പോൾ ഒരാൾ വെറുതെ ഇങ്ങനെ ഇരുന്നാൽ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും മനസ്സിലാവുമോ? ചോദ്യം ചെയ്യണം. ചോദ്യം ചെയ്യുമ്പോൾ മറുപടി പറയും. ഇപ്പോൾ വലിയ വലിയ കളവുകൾ, കൊല്ലങ്ങൾ മുമ്പ് നടത്തിയിട്ടുള്ള കളവുകൾ പോലും പോലീസുകാർ, CBI ഒക്കെ എന്താ ചെയ്യണത്? ആൾക്കാരെ വിളിച്ച് ചോദ്യം ചെയ്യുക. 2 മണിക്കൂർ, 4 മണിക്കൂർ, 8 മണിക്കൂർ ചോദ്യം ചെയ്തു എന്ന് പറയുന്നുണ്ട്. ആ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് എന്താ ഉണ്ടാവുക? അവർ ഉള്ളിലുള്ളത് പറയാതെ നിവൃത്തിയില്ല. പല ചോദ്യങ്ങളും ചോദിക്കുമ്പോൾ അവർക്ക് അടക്കി വയ്ക്കാൻ പറ്റില്ല. അപ്പോൾ വായിലൂടെ വരുന്ന അഭിവ്യക്തി ഉണ്ടല്ലോ, പ്രകടനം, ആ പ്രകടനത്തിന് വലിയ അർത്ഥമാണ്. ആ വായിലൂടെ പ്രകടമാക്കിയിട്ടാണ് ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാം ചിത്രീകരിച്ച് ആശയവിനിമയം ചെയ്യുന്നത്. ദാ ഒരു സൂര്യനുണ്ട്, ചന്ദ്രനുണ്ട്, നക്ഷത്രങ്ങളുണ്ട്. ഈ ചന്ദ്രനിൽ ജീവനില്ല, സൂര്യൻ വളരെ താപം ഉള്ളതാണ്. ഇങ്ങനെ പലതും നമ്മൾ പറയുന്നുണ്ടല്ലോ. ഇതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നത് വായിലൂടെയാണ്. ഇത് മനസ്സിലാക്കുന്ന ഘടകം എവിടെയാണ്? ഉള്ളിലാണ്. എന്നാലും അതിന് അഭിവ്യക്തിയില്ല. നമ്മുടെ ഉള്ളിലുള്ള ഉണർവ് അഭിവ്യക്തം ആകുമ്പോഴേ അത് ജീവനാകുന്നുള്ളൂ. അപ്പോൾ ഈ ജീവൻ എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? പരബ്രഹ്മമോ പരമാത്മാവോ ഭഗവാനോ ആയിരിക്കുന്ന ആ ജീവൻ വിവരപ്രസൂതിയായി ദ്വാരങ്ങളിലൂടെ അഭിവ്യക്തമാകണം എന്ന് കണക്കാക്കി എന്തുണ്ടാവുന്നു? പ്രാണേന ഘോഷേണ ഗുഹാം പ്രവിഷ്ട. അത് ഗുഹയിലേക്ക് പ്രവേശിക്കുക. ഗുഹ എന്ന് പറഞ്ഞാൽ ഒരു ദ്വാര. സാധാരണ ഗുഹയ്ക്ക് ഒരു ഗോപുരം മാതിരി ഒരു തുറസ്സുണ്ടാവാം. അത് കഴിഞ്ഞാൽ ഉള്ളിൽ അത് വളരെ സങ്കീർണമാവാം, അനവധി മുറികളൊക്കെ ഉണ്ടാവാം. അപ്പം നമ്മുടെ ഘടനയിൽ എന്താ? അങ്ങോട്ട് ഉള്ളിലേക്ക് പ്രവേശിച്ചിട്ടോ പ്രധാനപ്പെട്ട ഭാഗം ഏതാ? നമ്മുടെ ശരീരത്തിൽ 2 കാല്, നീളം കൂടിയ കാല. അവിടെ നടക്കാനുള്ള അവയവങ്ങൾ മാത്രമേ ഉള്ളൂ. 2 കൈ അനക്കാനുള്ളതുമുണ്ട്. അപ്പം നമ്മുടെ വാസ്തവത്തിലുള്ള ശരീരം എന്ന് പറഞ്ഞാൽ ഇപ്പം കൈയും കാലും രണ്ടും ഇല്ലെങ്കിലും ഒരു ജീവനെ നിലനിൽക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ തല മുതൽക്ക് നട്ടെല്ലിൻ്റെ അടിവരെയുള്ള ഭാഗമാണ് ഒരു മരത്തിൻ്റെ പ്രധാനപ്പെട്ട നാരായ വേരോ തടിയോ എന്ന് പറയുന്ന മാതിരി. അത് ഒരു ഗുഹ പോലെയാണ്. അതിൽ എന്തൊക്കെ ക്യാവിറ്റി ഉണ്ട്? ആമാശയമുണ്ട്, ശ്വാസകോശങ്ങളുണ്ട്, ഹാർട്ടുണ്ട്, പാൻക്രിയസ് ഉണ്ട്, ലിവർ ഉണ്ട്. ഇങ്ങനെ പല വിധത്തിലുള്ളതായ ഉപകരണങ്ങളുണ്ട്. ആ ഉപകരണങ്ങളിലേക്ക് പ്രവേശിച്ച് ഗുഹാം പ്രവിഷ്ട. ഒരാൾ ഗുഹയുടെ ഉള്ളിൽ അങ്ങോട്ട് പോയാലോ പിന്നെ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, അവിടെ ഇരുട്ടായിരിക്കും. അതേമാതിരി ഈ ജീവൻ ഗുഹാരൂപത്തിലുള്ളതായ നട്ടലടക്കമുള്ള ഈ സെൻട്രൽ ട്രങ്ക് ഉണ്ടല്ലോ, അതിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. എങ്ങനെയാണ് പ്രവേശിച്ചത്? പ്രാണേന ഘോഷേണ മനോമയം സൂക്ഷ്മമുപേത്യരൂപം. ഇതിനു മുമ്പ് നിങ്ങളോട് പറഞ്ഞു എന്ത്? ഈ പരമാത്മാവിനോ പരമേശ്വരനോ 2 ഭാവമാണെന്ന്. ഒന്ന് എന്താ? ഭാവം, ആശയരൂപീകരണം. ആ ആശയങ്ങൾ ഉണ്ടാവുന്നതും ഭാവങ്ങൾ ഉണ്ടാവുന്നതുമാണ് ചേതനാമയം എന്ന് പറയുന്നത്. പിന്നെ എല്ലാ ക്രിയകളും കർമ്മങ്ങളും ചലനങ്ങളും സ്പന്ദനങ്ങളും വരുത്തുന്നതാണ് പ്രാണൻ. ഈ പ്രാണനും മനസ്സാണ് ഈ ഭാവത്തിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ മനോമയം സൂക്ഷ്മമുപേത്യ, ആദ്യം അത് മനസ്സ് രൂപത്തിലുള്ളതായ സൂക്ഷ്മരൂപം കൈക്കൊണ്ടു. എന്നിട്ടോ ഘോഷമുണ്ടാക്കി തീർക്കുന്ന പ്രാണനോടുകൂടി, ശബ്ദമുണ്ടാക്കി തീർക്കുന്ന പ്രാണനോട് കൂടിയിട്ടാണ് ഗുഹയിൽ പ്രവേശിച്ചത്. അപ്പോൾ പ്രവേശിച്ചു എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? അങ്ങോട്ട് ഉള്ളിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു. മോളിൽ നിന്ന് ചോട്ടിലേക്ക് വന്നു. ചോട്ടിലേക്ക് വന്ന് അവിടുന്ന് ഈ ശബ്ദരൂപീകരണം പെട്ടെന്ന് വായയുടെ ഉള്ളിൽ എല്ലാ ശബ്ദവും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞാൻ നിങ്ങളെ കാണാതെ കണ്ടുകൊണ്ട് ഇവിടെ ഇരുന്ന് സംസാരിക്കുക. ആ സംസാരിക്കുന്ന സമയത്ത് നിങ്ങളോട് ആശയവിനിമയം ചെയ്യണം എന്നാണ് സ്വാമിജിക്കുള്ള ഒരേ ഒരു ഉദ്ദേശം, സങ്കല്പം. ഞാനിവിടെ നോക്കുന്നതോ ക്യാമറയുടെ മുഖത്തിലേക്കാണ്, ക്യാമറയുടെ ലെൻസിലേക്കാണ് നോക്കുന്നത്, നിങ്ങളെ മനസ്സിൽ വെച്ചുകൊണ്ട്. അങ്ങനെ നോക്കി ഞാനിങ്ങനെ സംസാരിക്കുന്നു. ആ സംസാരിക്കുന്ന വാക്കുകൾ മുഴുവൻ നാവുകൊണ്ടും പല്ലുകൊണ്ടും ചുണ്ടുകൊണ്ടും തൊണ്ണുകൊണ്ടും ഉണ്ടാവുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? ഒരിക്കലും ഉണ്ടാവില്ല. എന്തൊക്കെ വാക്കുകളാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത്? ഓരോ അക്ഷരത്തിനും ഓരോ പദത്തിനും ഓരോ വാക്യത്തിനും ഓരോ ഖണ്ഡികയ്ക്കും പല വിധത്തിലുള്ള അർത്ഥങ്ങളും ആശയങ്ങളുമാണ്. അങ്ങനെ ആശയബഹുലമായിരിക്കുന്ന വാക്കുകളാണ് ഈ പുറത്തേക്ക് വരുന്നത്. ഇവ മുഴുവൻ രൂപപ്പെട്ടത് വായയുടെ ഉള്ളിലാണെന്നാണ് നിങ്ങളുടെ വിചാരം. മരമണ്ടന്മാരാവരുതേ, വായയുടെ ഉള്ളിൽ നിന്നൊന്നും ഇത് വരില്ല. അപ്പം നമ്മുടെ ശാസ്ത്രം പറയണത് എന്താ? പാട്ടുകാരും ഗാനവിദ്വാൻമാരൊക്കെ പറയും, നാഭിയിൽ നിന്ന് പുറപ്പെട്ട് ഹൃദയത്തിലേക്ക് കയറി തൊണ്ടയിലൂടെ വന്ന് അങ്ങനെ നാവിലൂടെ രസനത്തിലൂടെ ഒക്കെ പുറത്തു വരണമെന്നാണ് അവരുടെ വ്യാഖ്യാനം. ഇപ്പം ഭാഗവതം പറയണത് അങ്ങനെയല്ല. പ്രാണേന ഘോഷേന ഗുഹാം പ്രവിഷ്ട എന്ന, ഗുഹയിലേക്ക് അങ്ങോട്ട് പ്രവേശിച്ചു എന്ന് പറഞ്ഞാലോ ഇനിയിപ്പോൾ പുറത്തു വരണമല്ലോ. അപ്പോൾ പ്രവേശിച്ചത് എവിടേക്കാ? ശിരസിൽ നിന്ന് നട്ടെല്ല് വഴിക്ക് നമ്മുടെ ശിരസിനെയും ഈ ശരീരത്തിൽ പ്രധാനപ്പെട്ട ഈ ഭാഗത്തെയും ഘടിപ്പിച്ച് നിർത്തുന്നതാണല്ലോ ഈ നട്ടെല്ല്. ആ നട്ടെല്ല് ധാരാളം സെഗ്മെൻസാണ്.
ആ സെഗ്മെൻസിൻ്റെ ഉള്ളിൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. ഈ നട്ടലെല്ലാം കൂടി വടി പോലെ ഒരു സാധനമാണെങ്കിൽ നമുക്കിങ്ങനെ തിരിയാനൊന്നും പറ്റില്ല, ഇങ്ങനെയൊന്നും തിരിയാൻ പറ്റില്ല. അത് തിരിയാൻ വേണ്ടിയിട്ട് സെഗ്മെൻ്റ് ആയിട്ട് ഓരോരോ കഷ്ണങ്ങളാണ്. ആ കഷ്ണങ്ങളുടെ ഉള്ളിൽ ഡിസ്ക് എന്ന് പറഞ്ഞിട്ട് ഒന്നുണ്ട്. ചിലർ പറയുന്നു കോഴിമുട്ടയിലുള്ള വെള്ള പോലെയുള്ളതാണ് ഈ ഡിസ്ക് എന്ന്, ഒരു സെമി സോളിഡ് സാധനമാണ്. അതെങ്ങാനും കനപ്പെട്ടു തുടങ്ങി അത് കണ്ടൻസ്ഡ് ആയി എന്നുണ്ടെങ്കിൽ അതൊരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല അത്രേ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ അതിൻ്റെ വോള്യൂം കുറയും, അത് കനപ്പെട്ടു എന്നുണ്ടെങ്കിൽ. സെമി സോളിഡ് ആയിരിക്കുന്നത് സോളിഡ് ആയാൽ അവിടെ പഴുത് കൂടുമ്പോൾ അത് ഇടത്തോട്ടോ വലത്തോട്ടോ സ്ലിപ്പ് ചെയ്യുമ്പോഴാണ് സ്ലിപ്പ് ഡിസ്ക് എന്ന് പറയുന്നത്. അങ്ങനെ സ്ലിപ്പ് ചെയ്താൽ ഈ നട്ടെല്ലിൻ്റെ 2 ഭാഗത്തു നിന്നും ധാരാളം ഞരമ്പുകൾ ഇങ്ങനെ പോകണം. ആ ഞരമ്പിൽ ഏതെങ്കിലും ഒന്നിനെ അത് പ്രസ് ചെയ്യും, അമർത്തി അപ്പോൾ വേദനയായി സഹിക്കുക വയ്യാത്തത്. ഇതിനാണ് ഈ ഡിസ്ക് പ്രൊലാപ്സ് എന്ന് പറയുന്നത്. എന്തിനാ ഞാനിത് പറയണത്? നമ്മുടെ നട്ടെല്ലാണ് ഈ തലച്ചോറിനെ ബന്ധിപ്പിക്കുന്നത് ശരീരത്തിലേക്ക് മുഴുവനും. ആ നട്ടെല്ലിൻ്റെ വരവ് എവിടം വരെയാ? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ പൃഷ്ഠഭാഗം, നമ്മൾ ഇരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ നട്ടെല്ല് തൊടാതെയാണ് ഇരിക്കേണ്ടത്. അതിനാണ് ചന്തി ഇങ്ങനെ കനപ്പെട്ടിരിക്കുന്നത്. ചന്തിയിലേ ഇരിക്കാൻ പാടുള്ളൂ ആസനത്തിൽ. നട്ടെല്ല് തൊട്ടാൽ അവിടെ വേദനയാവും. ആ നട്ടെല്ല് വരെ നീങ്ങിയിരിക്കുക. അങ്ങനെയുള്ള ഗുഹയിലാണ് പ്രവേശിച്ചിരിക്കുന്നത്. അപ്പോൾ പ്രവേശിച്ചു, ഇങ്ങോട്ട് മടങ്ങി വരണമല്ലോ. ശബ്ദം കേൾക്കുന്നത് വായിൽ നിന്നാണല്ലോ, മുഖത്തിൽ നിന്നാണല്ലോ. അപ്പോൾ പ്രവേശിച്ച ജീവൻ എങ്ങനെ വരണു എന്നൊരു ചോദ്യം. അവിടെയാണ് ഭാഗവതത്തിലെ ശ്രീധരാചാര്യരടക്കം പലരും പല വിവരണങ്ങൾ എഴുതി തന്നിട്ടുള്ളത്. അപ്പം അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്തിനാ? അവർ കൂട്ടുപിടിച്ചിരിക്കുന്നത് ഷഡ്ചക്രം എന്നൊരു സങ്കല്പമുണ്ട്. ഈ ഷഡ്ചക്രം യോഗാസനത്തിലാണ് പറയുന്നത്. 6 ചക്രമുണ്ടെന്ന്. ഏതൊക്കെ 6 ചക്രം? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപ്പൂരം, അനാഹതം, വിശുദ്ധി, ആജ്ഞ എന്ന് പറയുന്ന 6 ചക്ര. സ്വാമിജി ഇങ്ങനെ 6 ചക്രം ഉണ്ടോ എന്ന് നിങ്ങൾ ചോദിച്ചാൽ ഞാനിത് സമ്മതിക്കുന്ന ആളല്ല. എന്താ കാരണം? ഈ 6 ചക്രം എന്നുള്ള ഒരു സങ്കല്പം കൊടുത്ത് ആ 6 ചക്രത്തിലൂടെ ചില കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. ഓഹോ, അങ്ങനെ ഒരു ചക്രം ഉണ്ടോ? ഉവ്വ്. അപ്പോൾ ഈ ചക്രത്തിൽ ഓരോന്നിനുമുള്ള പ്രസക്തി എന്താ? ഇന്നതാ. നമുക്ക് ഏത് ചക്രം വരെ എത്തണം? ആജ്ഞാചക്രം വരെ എത്തണം. അപ്പോൾ ആജ്ഞാചക്രം വരെ എത്തണമെങ്കിൽ എന്ത് വേണം? കുറേ നിയന്ത്രണത്തോടു കൂടി ജീവിക്കണം, ബ്രഹ്മചര്യമടക്കം അനുഷ്ഠിക്കണം, കുറേ തപസ് വേണം എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഉള്ളിൽ 6 ചക്രം ഉണ്ടല്ലേ, അതിൽ ആജ്ഞാചക്രത്തിൽ എത്തുന്നതാണ് സ്വർഗസ്ഥിതി അല്ലേ? അപ്പോൾ സ്വർഗത്തിലെത്താനുള്ള വഴി എൻ്റെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ട് എനിക്ക് എന്തുകൊണ്ട് എത്തിക്കൂടാ എന്ന് പറഞ്ഞ് പലരും ഭ്രമത്തിലൂടെ, അജ്ഞാനത്തിലൂടെ ഈ ഷഡ്ചക്രം എന്ന് പറയുന്ന ആശയഗതി കൂടി പോകുന്നവരുണ്ട്. അവരെ ഒന്നും ഞാൻ നിരുത്സാഹപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ എനിക്കിവിടെ പറയാനുള്ളത്, വേദാന്തത്തിൻ്റെ പ്രതിനിധിയായി ശ്രീമദ് ഭാഗവതം വിവരിക്കുകയാണ് നമുക്ക് ആവശ്യം. കൃഷ്ണൻ എങ്ങനെ വിവരണം നൽകുമോ അതുപോലെയാണ് ഭൂമാനന്ദ സ്വാമിജി വിവരണം നൽകാൻ ഉദ്ദേശിക്കുന്നത് ഇതുവരെ, ഇനിയും. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, സ്വർഗം, നരകം, മുകളിൽ 7 ലോകമുണ്ടത്രേ. ഭൂഭുവഹ സുവഹ മഹഹ ജനഹ തപഹ സത്യം, 7 ലോകം. ഇനി താഴത്തും ഉണ്ടത്രേ 7 ലോകം. അതലം, വിതലം, സുതലം, രസാതലം എന്ന് തുടങ്ങി 7 ലോകം താഴത്ത്. അപ്പോൾ ഈ 14 ലോകങ്ങളെന്ന് പറയും. ഇങ്ങനെ 14 ലോകങ്ങളുണ്ടോ? ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇല്ല. കൃഷ്ണൻ തന്നെ ഏകാദശത്തിൽ പറയുന്നത് എന്താ സ്വർഗം എന്ന് ചോദിച്ചപ്പോൾ സത്വഗുണം വേണ്ടതുപോലെ പ്രകടമായാൽ അവിടെ സ്വർഗമായി എന്നാണ് പറയുന്നത്. സത്വഗുണോദേഹ എന്നാണ്. അപ്പം നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ അടുത്ത് ചെല്ലുമ്പോൾ മാറും. ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ചന്ദ്രനെ നോക്കിയാൽ വൃത്താകൃതിയിലുള്ള ഒരു പ്രകാശഗോളമാണ്. അടുത്ത് ചെന്ന് നോക്കിയാലോ വൃത്തവും ഇല്ല, വൃത്താകൃതിയില്ല, പ്രകാശവും ഇല്ല. ഒക്കെ പാറ ഇടുക്കുകളും മലകളുമാണ് അവിടെ. അപ്പോൾ ദൂരത്തുനിന്ന് ഒരു സംഗതിയെ കാണുന്നതും അടുത്ത് പരിശോധിക്കുന്നതും തമ്മിൽ മാറ്റമുണ്ട്. അതുപോലെ നമ്മുടെ ശാസ്ത്ര സങ്കല്പങ്ങളും ലക്ഷ്യങ്ങളുമെല്ലാം പല വിധത്തിൽ വാചാലമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും അടുത്ത് ചെന്ന് പരിശോധിക്കുമ്പോൾ അത് മാറി 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 വരും. ഇപ്പോൾ സൂര്യൻ നോക്കിയാൽ ചലിക്കുന്നുണ്ട്. വാസ്തവം അറിഞ്ഞാലോ സൂര്യനല്ല ചലിക്കുന്നത്, ഭൂമിയാണ് ചലിക്കുന്നത്. ഭൂചലനം അറിയാൻ പറ്റാത്തത് കൊണ്ട് ആ ചലനത്തെ നാം സൂര്യനിൽ ആരോപിക്കുകയാണ്. അതുമായി കുറേയൊക്കെ പൊളിച്ചെഴുതേണ്ടി വരും. അപ്പോൾ ഈ 14 ലോകം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഉള്ളതാണോ? അല്ല. നേരെ മറിച്ചോ അധ്യാത്മമായി സാധന ചെയ്യുമ്പോൾ നമുക്ക് ഭൂമിക എന്നുള്ള പേരിൽ, ഓരോ ഭൂമികയ്ക്കും ഓരോ പേരുണ്ട്. ആ ഭൂമികത്തിൽ 7 തലത്തിൽ നമുക്ക് എത്തിച്ചേരാം. അത് വാസ്തവത്തിൽ ഉള്ളതാണ്. അപ്പോൾ ഈ ഷഡ്ചക്രം എന്നുള്ളതിനെ കൂട്ടുപിടിച്ചുകൊണ്ടാണ് ഭാഗവതത്തിൽ പലരും ഈ ശ്ലോകത്തിന് അർത്ഥം പറയുന്നത്. എന്നാൽ ഈ ശ്ലോകത്തിൽ അങ്ങനെ ഒരു ഷഡ്ചക്രം പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ ഏഷ ജീവോ വിവരപ്രസൂതി എന്നേ പറഞ്ഞിട്ടുള്ളൂ. ദ്വാരത്തിലൂടെ പ്രകടമാവുന്നത്. ദ്വാരത്തിൽ നിന്നാണോ നമ്മുടെ ജന്മം ഉണ്ടായത്? എല്ലാം ദ്വാരത്തിൽ നിന്നല്ലേ പുറത്തു പോണത്.
ഇപ്പം മലം ഒരു ദ്വാരത്തിൽ നിന്നാണ്, മൂത്രം ഒരു ദ്വാരത്തിൽ നിന്നാണ്, മൂക്കിലുള്ള അഴുക്ക് ഒരു ദ്വാരത്തിൽ നിന്നാണ്, ചെവിക്കാട്ടം ഒരു ദ്വാരത്തിൽ നിന്നാണ്, വായിൽ നിന്നുള്ള തുപ്പൽ ഒരു ദ്വാരത്തിൽ നിന്നാണ്. അപ്പോൾ എല്ലാം ഈ ദ്വാരത്തിൽ നിന്നാണ് പ്രസവം ജനനം ഉണ്ടാവുന്നത്. അപ്പോൾ ഈ ശരീരം മുഴുവനും പ്രസവിക്കാനുള്ളതാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇവിടെ സ്ത്രീ ഗർഭത്തിൽ നിന്ന് ജനിക്കുന്ന കുട്ടിയല്ല ഇവിടെ പരാമർശിക്കുന്നത്. എല്ലാ ശരീരങ്ങളിൽ നിന്നും നമുക്ക് കിട്ടാനുള്ളത് പ്രസൂതിയാണ്. അതിൽ ശരിയായൊരു പ്രസൂതി ഏതാ? വായിൽ നിന്ന് വരുന്ന വാക്ക്. അതാണ് ശരിയായിട്ടുള്ള ജന്മം. അത് നിങ്ങൾക്ക് പെറുക്കിയെടുക്കാം, എഴുതി വയ്ക്കാം, അത് പഠിക്കാം, അത് എല്ലാവർക്കും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാം. അതിൽ നിന്നാണ് എല്ലാം ഉണ്ടാകുന്നത്. നമ്മുടെ വേദങ്ങളടക്കം എന്താ? ശബ്ദങ്ങളാണ്. ആ ശബ്ദങ്ങളെ ആര് പ്രസവിച്ചു? നമ്മുടെ വായ. പക്ഷേ ഈ ജീവൻ പെട്ടെന്ന് ഈ ശബ്ദം പ്രസവിക്കുന്നില്ല എന്നാണ് ഭാഗവതം പറയുന്നത്. അതിനു വേണ്ടിയിട്ട് വലിയ ഒരു മാനുഫാക്ചറിങ് പ്രോസസ്സ് ഇവിടെ നടക്കുന്നുണ്ടെന്ന്. എവിടെയാ? ഗുഹാം പ്രവിഷ്ട, ഗുഹയെ പ്രവേശിച്ചു. എങ്ങനെ? ക്രിയാത്മകമായി ക്രിയാശക്തിയായിരിക്കുന്ന പ്രാണനെയും കൂട്ടുപിടിച്ച് താഴത്തേക്ക് ചെന്നു. എന്നിട്ട് അവിടുന്നാണ് മുകളിലേക്ക് വരുന്നത്. അത് വാസ്തവത്തിൽ അനുഭവസിദ്ധമാണ്. നിങ്ങൾ ആരും മനസ്സിരുത്തി ഉജ്ജ്വലമായി പൂർണ്ണ മനസ്സോടുകൂടി സംസാരിക്കൂ. ആ സംസാരത്തിൽ മാത്രമല്ല, അടിവയറ് വരെയാണ്. അടിവയറ് വരെ അനങ്ങിയാലേ ആ പറയുന്ന വാക്കുകൾക്ക് കനമുണ്ടാവുള്ളൂ. അത് കേൾക്കുന്നവരുടെ മനസ്സിൽ തുളഞ്ഞു കയറൂ. അപ്പോൾ അടിവയറ്റിൽ നിന്നാണ് ശബ്ദം വരുന്നത്. അടിവയറിൽ നിന്നുള്ളത് നമുക്ക് ചലനം മനസ്സിലാക്കാം. അതിനും താഴത്താണെന്ന് മൂലാധാരം വരെ ചെല്ലുന്നു എന്ന് പറയുന്നു. അങ്ങനെ ഒരു വാക്ക് ഈ ഭാഗവതത്തിൽ ഇവിടെ ഇല്ല. ഗുഹാം പ്രവിഷ്ട എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും പറയുന്നത് എന്താ? ഓരോ ചക്രത്തിലും തട്ടി അവസാനം പുറത്തേക്ക് വരുന്നു. ആജ്ഞാചക്രത്തിനെ പറ്റി പറയണില്ല, വിശുദ്ധി ചക്രം വരെ പറയണുള്ളൂ. എന്തായാലും നാഭിയിൽ നിന്ന് എന്നുള്ളത് നമുക്കറിയാം, അനുഭവസിദ്ധമാണ്. ഇനിയിപ്പോൾ മൂലാധാരം വരെ ചെല്ലുന്നുണ്ടെങ്കിൽ ചെന്നോട്ടെ, നമുക്കൊരു വിരോധമില്ല. അപ്പോൾ ആദ്യം അത് അവ്യക്തമാണ്. അത് താഴത്തേക്ക് ഇറങ്ങണത് നമുക്ക് അറിയണില്ല, ചോട്ടിൽ നിന്ന് പുറപ്പെടുന്നതും നമുക്ക് അറിയണില്ല. ഇപ്പോൾ നമ്മുടെ നട്ടെല്ലു കൂടി താഴത്തേക്ക് ഇറങ്ങി എന്ന് പറഞ്ഞാൽ സ്വതവേ അടി വരെ ഇറങ്ങണം. ആ അടിയിൽ അങ്ങേ അറ്റമുള്ളതാണ് എന്ത്? മൂലാധാരം എന്ന് പറയുന്നത്. ആ മൂലാധാരം വരെ ഇറങ്ങി അത് വിട്ടു പിന്നെ ഇറങ്ങാൻ സ്ഥലമില്ലല്ലോ. നട്ടെല്ലും തലച്ചോറും കൂടിയതാണ് നമ്മൾക്ക് എല്ലാ വിധത്തിലുമുള്ള ആശയങ്ങൾ വിവരം കിട്ടാനും വിവരം കൊടുക്കാനും ഉള്ളത് അതാ. അപ്പം അതിൻ്റെ നട്ടെല്ലിൻ്റെ അടി വരെ ചെന്നു എന്ന് വിചാരിക്കുന്നതിൽ തെറ്റില്ല. ആ ചെന്നിട്ട് മൂലാധാരത്തിൽ എന്ത് ചെയ്തു എന്ന് നമുക്കറിയില്ല. അത് അവസാനം മണിപൂരകം എന്ന് പറയുന്നതാണ് നാഭി. ആ നാഭി സ്ഥലത്ത് വരുമ്പോഴേക്കും നാഭിയുടെ താഴത്ത് അടിവയറ്റിലുള്ള ചലനം വരെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും സംസാരിക്കുമ്പോൾ.